പ്രസാദിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചുരുക്കം പേരെ ഉള്ളെങ്കിലും സാരില്ല കേട്ടോ, നമ്മുടെ ഒരുക്കത്തിനാ ദൈവത്തിന് പ്രസാദം കേട്ടോ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, കർത്താവ് ഒത്തിരി വലിയ എമൗണ്ടിലേക്കൊന്നും പറഞ്ഞില്ല. എന്താണ് കർത്താവ് പറഞ്ഞത്? 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടിയാൽ മതി. അത് കർത്താവിന് അത്രയും മതി. നമുക്കറിയാം മോശയും യഹോവയും മാത്രമേ ഉള്ളായിരുന്നു സിനായി പർവ്വതത്തിൽ. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം എന്താണ്? മഹായോഗം എന്ന് എഴുതിയിരിക്കുന്നത്. അതിനെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത് മഹായോഗം. അതായത് കർത്താവ് പറയുന്നത്, അല്ലെങ്കിൽ ഹല്ലേലൂയ സർവശക്തനായ ദൈവം പറയുന്നത് കേൾക്കാൻ ഒരേ ഒരാളുണ്ടെങ്കിൽ, കേൾക്കാൻ ആത്മാവിൽ ഒരുക്കമുള്ള ഒരാളുണ്ടെങ്കിൽ ആ മീറ്റിംഗിന്റെ പേരാ മഹായോഗം എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി പേരൊന്നും വേണ്ട. ഹല്ലേലൂയ, ഒത്തിരി പേര് വേണം കേട്ടോ. ഒത്തിരി ആത്മാക്കൾ ഇനിയും നിറയട്ടെ. ഹല്ലേലൂയ, ഈ മീറ്റിംഗിനെ ദൈവം വളർത്തട്ടെ, ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ. നമുക്കറിയാം കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കോവിഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഒത്തിരി പേർക്ക് കയറാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഒത്തിരി പേര് പറ്റുന്നത് പോലെ കയറുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന പ്രിയ ഈ കൂട്ടായ്മ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും കാണുവാനും ക്രിസ്തുവേശിൽ നിങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ പങ്കുവെക്കുവാനും ദൈവം സഹായിച്ചില്ല. പ്രിയ വർഷിപ്പ് ലീഡിയ പ്രിയ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹപ്പെട്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. പഴയ പാട്ടുകളൊക്കെ പാടി ദൈവത്തെ മഹത്വപ്പെടുന്നത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം കുഞ്ഞുങ്ങളൊക്കെയും അത് പാടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം വലിയൊരു ആത്മസാന്നിധ്യം വെളിപ്പെടും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുതിയ പാട്ടുകളൊന്നും കൊള്ളത്തില്ല എന്നുള്ളതല്ല കേട്ടോ. അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചകളൊക്കെ ഉള്ളത്. എങ്കിലും ഞാൻ പറയുന്നത് ചില പാട്ടുകളൊക്കെ പാടുമ്പോൾ ഒരു മെസ്സേജിന്റെ ഗുണം ചെയ്യും. ഹല്ലേലൂയ, ചില പാട്ടുകളൊക്കെ ഒരു പാട്ട് മതി, ഒരു മെസ്സേജിന്റെ ഗുണം ചെയ്യും ചില പാട്ടുകളൊക്കെ. ഹല്ലേലൂയ, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പാടി മഹത്വപ്പെടുത്തുവാൻ പ്രിയ കുടുംബത്തെയും ബലപ്പെടുത്തൽ. അതുപോലെ സങ്കീർത്തനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രബോധനം പ്രിയ ദേവദാസരുടെ കേട്ടല്ലോ. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വിടുതലുമായി തീരട്ടെ. അല്പസമയം നമ്മൾ തുടർന്ന് ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും ഒരുപോലെ സഹായിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പലയിടങ്ങളിലായിരിക്കുന്നുണ്ട്, പല സാഹചര്യങ്ങളിലായിരിക്കുന്നത്. എന്നാൽ നമ്മളെല്ലാവരും ഒരുപോലെ കാണുന്ന ആ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളതിനാൽ നമുക്ക് ഹല്ലേലൂയ അല്പസമയം കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ, വാകളെ തുറന്നും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇങ്ങനെ ഒരു സന്ധ്യാസമയം കാണുവാൻ സ്വർഗം നമ്മളെ ഇടയാക്കിയല്ലോ. എത്രയോ പേർക്ക് ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ ഒരു അവസരം ലഭിക്കാതിരിക്കുമ്പോൾ നമ്മൾ അവരെക്കാൾ ശ്രേഷ്ഠരായിട്ടല്ല, അവരെക്കാൾ ഒട്ടും മാന്യതയുള്ളവരായിട്ടല്ല, എന്തെങ്കിലും ഗുണങ്ങൾ നമുക്കുണ്ടായിട്ടല്ല, എന്നാൽ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചതാകട്ടോ. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പദ്ധതി ഉള്ളത് കൊണ്ട് ഇന്നും നമ്മളെ ദൈവം നിലനിർത്തിയിരിക്കുക. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യാം. തുടർന്ന് നമ്മൾ അല്പസമയ വചനത്തിന് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ചെറിയ ദൂതിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ചില ചിന്തകള് നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സകലരോടും ഇടപെടട്ടെ. വ്യക്തി ജീവിതങ്ങളെ വിവേചിച്ചുകൊണ്ട് സംസാരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗിന്റെ അകത്ത് വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രികാലം അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം വായിക്കാം. ആർക്കെങ്കിലും ഒരാൾ വായിച്ചെന്നാൽ സഹായകരമായിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം. അവർ അവനെ വിട്ടു പിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നതെന്ന് അറിയാതെ പറഞ്ഞു. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വിശ്വസ്തനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് അല്പസമയം നിന്റെ പാദപീഠത്തിലായിരിക്കുന്നു. പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ വലിയ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഇടയാക്കിയല്ലോ. പ്രത്യേകിച്ച് കർത്താവേ ഹല്ലേലൂയ, ഇന്ന് രാത്രികൾ ഡിവൈസിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും ഓർക്കുന്നു. ഇനിയും ജോയിൻ ചെയ്യാനുള്ളവരെ ഓർക്കുന്നു. ആർക്കും നെറ്റിന്റെ ഇഷ്യൂസോ ഭാരങ്ങളൊന്നും കൂടാതെ വണ്ണം എല്ലാവരുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുപോലെ പ്രവർത്തിക്കണമേ. ഇന്ന് രാത്രികാലം വായിച്ച് കേൾക്കപ്പെട്ട വചനത്തെ ദൈവം നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചപ്പോൾ അല്ലെങ്കിൽ അവിടെ കണ്ണു തുറന്ന നിലവനത്തിൽ വായിക്കുന്നത് പോലെ ഇന്ന് രാത്രികാലം സ്വർഗം ഞങ്ങൾക്ക് അവിടുന്ന് പൊരുള് തിരിച്ചു തരുമാറാകണമേ. സ്വർഗത്തിന്റെ അരുളപ്പാട് ഞങ്ങളോട് നീ അറിയിക്കണമേ. ഇന്ന് രാത്രികാലം ഒരു മാനുഷിക ശബ്ദമല്ല, ദൈവികമായ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ മുഴങ്ങത്തക്കവണ്ണം റമന ശബ്ദല ഇന്ന് രാത്രികാലത്തെ വചന ശുശ്രൂഷയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന ചില അന്ധകാര ശക്തികളുടെ മേൽ നസ്രന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ ജയമെടുക്കുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. ഇന്ന് രാത്രികാലം അടിയനെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക്
കേൾപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കാൻ ഇടയാക്കണമേ. വചനത്തിന്റെ ആഴമേറിയ വെളിപ്പാടുകൾ നീ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വായിച്ചു കേൾക്കപ്പെട്ട വേദഭാഗം എന്ന് പറയുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ആ ഭാഗമെല്ലാം അതിന്റെ സന്ദർഭവും പശ്ചാത്തലവും എല്ലാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ഈ വാക്കുകളെ പറഞ്ഞിട്ട് 28-ാം വാക്യം മുതൽ വായിക്കുന്നു. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ യേശുവിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാ, എന്റെ യേശു ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കും നമ്മളെല്ലാവരും പ്രാർത്ഥനാ മനുഷ്യരായി മാറണം. ഹല്ലേലൂയ. എന്റെ യേശുവിന് സമയം കിട്ടുമ്പോഴൊക്കെയും, ഹല്ലേലൂയ, യേശുവിന്റെ ഒരു ലിഷർ ടൈം എന്ന് പറഞ്ഞ ടൈം നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. യേശു വിശ്രമിക്കുന്ന ഒരു സമയം നമുക്ക് കാണാൻ കഴിയത്തില്ല. യേശു ഏത് സമയം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, കർമ്മനിരതനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ശുശ്രൂഷ, അല്ലെങ്കിൽ പ്രാർത്ഥന, അല്ലെങ്കിൽ ഉപദേശം. ഹല്ലേലൂയ. അങ്ങനെ നമ്മളിരിക്കുന്നത് വേറിട്ടിരിക്കുമ്പോൾ, തനിച്ചിരിക്കുമ്പോൾ താൻ റെസ്റ്റ് എടുക്കുമായിരുന്നു. അല്ല, ശിഷ്യന്മാരോട് ഇതിനെക്കുറിച്ചെല്ലാം വ്യാഖ്യാനിച്ചു കൊടുക്കും. പലതും ചിലപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ലെന്നും പറഞ്ഞ് യേശു ഒരു വഴക്ക് പറയുകയില്ലായിരുന്നു. അവരെ അടുത്ത് വിളിച്ചിരുത്തി താൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ് നമുക്കറിയാം. വിത്തിന്റെ ഒക്കെ ഉപമയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പൊരുൾ തിരിച്ച്, ഹല്ലേലൂയ, മനസ്സിലാകുന്ന ഭാഷയിൽ, ഹല്ലേലൂയ, ജനത്തോട് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ തന്നെ ശിഷ്യന്മാരെ അടുത്തിരുത്തി അവരോട് സംസാരിക്കുക. അതിന്റെ അർത്ഥം യേശു എപ്പോഴും, ഹല്ലേലൂയ, കർമ്മനിരതനായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കേട്ടോ. നമ്മൾ ആരും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, വെറുതെ സമയം ചെലവഴിപ്പാൻ ഉള്ളവരല്ല. ഏത് സമയത്തും അല്പസമയം കിട്ടിയാൽ ഓടി ദൈവസന്നിധിയിൽ ഇരിപ്പാൻ, ദൈവികമായ കാര്യങ്ങളിൽ പ്രാപ്തരായി, ദൈവികമായ കാര്യങ്ങളിൽ നമ്മൾ, ഹല്ലേലൂയ, സ്തോത്രം, എപ്പോഴും ഉത്സാഹമുള്ളവരായി തീരുവാനായിട്ടാണ് ആരാഗ്രഹിക്കുന്നത്? യേശു കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നു ഈ വാക്കുകളെ പറഞ്ഞിട്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ വാക്കുകളെ പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ അതിന് മുമ്പിൽ, ഹല്ലേലൂയ, സ്തോത്രം, ചില കാര്യങ്ങൾ നമുക്ക് അതിന് മുമ്പിലത്തെ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ 5 അപ്പവും 2 മീനും, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ അടുത്ത അധ്യായം വായിക്കുമ്പോൾ ഒക്കെയും 5000 പേരെ പുരുഷന്മാരെല്ലാം പോഷിപ്പിച്ചതിന് ശേഷം 9-ന്റെ 19 വായിക്കുന്നത് യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗമെല്ലാം കഴിഞ്ഞിട്ട് നമുക്കറിയാം. അതൊക്കെ പറയുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. ആ ഒരു വെളിപ്പാടൊക്കെ പറഞ്ഞ് അതിനുശേഷം യേശു പറയുന്ന കാര്യമാണ്. അതിന്റെ 9-ന്റെ 28-ന്റെ മേളിലേക്ക് വരുമ്പോൾ, നിങ്ങൾ എന്നെ എങ്ങനെ അനുഗമിക്കണം? തന്നെത്താൻ ക്രൂശെടുത്ത്, ഹല്ലേലൂയ, എന്നെ അനുഗമിക്കട്ടെ. ഒരുത്തൻ സർവ്വലോകം നേടിയാലും, ഹല്ലേലൂയ, സ്തോത്രം, തന്നെത്താൻ നഷ്ടമാക്കി കളഞ്ഞാൽ അവൻ എന്ത് പ്രയോജനം? ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം പറഞ്ഞിട്ട്, ഹല്ലേലൂയ, ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. ഹല്ലേലൂയ. നമുക്കറിയാം ഇവിടെ യേശുവിന് 12 ശിഷ്യന്മാരുണ്ടെങ്കിലും ഇവിടെ 3 പേരെ മാത്രമാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി എങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകുന്നത്? മലയിലേക്ക് കയറ്റിക്കൊണ്ട് പോകും. നമ്മൾ വിചാരിക്കുന്നത് പോലെ യേശു ഒരു പാർഷ്യാലിറ്റി കാണിച്ചതല്ല കേട്ടോ. നമുക്കറിയാം അവരാണ് ഇന്നർ സർക്കിൾ, എന്താ പറയുന്നത്, സർക്കിൾ ഡിസൈപ്പിൾസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ ചില വീരപ്രവൃത്തികളും ചില അത്ഭുതങ്ങളും, അല്ലെങ്കിൽ യേശുവിന്റെ ചില ഇമ്പോർട്ടന്റ് ടൈമുകളിൽ, ചില പ്രത്യേക നാഴികകളിൽ യേശുവിനോട് കൂടി ആരുണ്ടായിരുന്നു? ഈ പത്രോസും യോഹന്നാനും യാക്കോബും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഹല്ലേലൂയ, തബീതയെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവിടെ, ഹല്ലേലൂയ, യോഹന്നാനും പത്രോസും യാക്കോബും ഉണ്ടായിരുന്നു. ഗെത്സമനിലേക്ക് പോകുമ്പോൾ, ഹല്ലേലൂയ, യേശു അവിടെയും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇവരെ കൂട്ടിക്കൊണ്ടാ പോകുന്നത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രികാലം പറയട്ടെ, കർത്താവിന് മറ്റുള്ളവരെ തഴഞ്ഞിട്ടല്ല, ചിലരെ കുറിച്ചൊരു പ്രത്യേക കോളിംഗ് ഉണ്ട്, ചിലരെ കുറിച്ച് പ്രത്യേകമായൊരു വിളിയുണ്ട് കേട്ടോ. ആ വിളിക്കനുസരിച്ച് കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നത്. ഇന്ന് രാത്രികാലം നമ്മൾ തിരിച്ചറിയണം, കർത്താവ്, ഞാൻ ആ പ്രത്യേക വിളിയിലുള്ള ആളാണോ? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട, കർത്താവിന്റെ കൂടെ ഏത് സമയത്ത് സഞ്ചരിക്കത്തക്കവണ്ണം, ഏത് ശുശ്രൂഷയിലും പ്രസന്റ് ആകത്തക്കവണ്ണം, കർത്താവ് ഇരിക്കുന്ന ഏത് പ്രാർത്ഥനയിലും പ്രസന്റ് ആകത്തക്കവണ്ണം യാക്കോബിനെയും യോഹന്നാനെയും, ഹല്ലേലൂയ, സ്തോത്രം, പത്രോസിനെയും ദൈവം ഒരുമിച്ച് കൊണ്ടു നടന്നു കേട്ടോ. ഇന്ന് രാത്രികാലം നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. ഹല്ലേലൂയ. ഏത് ശുശ്രൂഷയിലും പത്രോസും യാക്കോബും യോഹന്നാനും ഒഴിച്ചുകൂടാൻ കഴിയാത്ത വ്യക്തി ജീവിതങ്ങളായിരുന്നു. ഏത് വീരപ്രവർത്തികൾ ചെയ്യുമ്പോഴും പത്രോസും യോഹന്നാനും യാക്കോബും ഒഴിച്ചു മാറ്റി നിർത്താൻ കഴിയാത്ത വ്യക്തി
വ്യക്തിത്വങ്ങളായിരുന്നു. ഇന്ന് രാത്രികാലം എന്റെ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ചില വേലയിൽ, കർത്തൃ ശുശ്രൂഷകളിൽ നാം ഓരോരുത്തരും ഒഴിച്ചു മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത വ്യക്തി ജീവിതങ്ങളായി നമ്മൾ മാറണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ഞാൻ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ട്? കർത്താവ് ഏത് സമയത്തും ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ സ്തോത്ര ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കാമെന്നും, ഏത് സമയത്തും ശുശ്രൂഷയ്ക്കായി ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ഉപയോഗിക്കാമെന്നും അന്ന തരത്തിൽ നമ്മുടെ ആത്മീക ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. ഹല്ലേലൂയ. നമുക്കറിയാം യേശു പല ഭാഗങ്ങളിലേക്കും ഉയർന്ന മല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആ പേരിട്ട് വിളിക്കുന്നതാണ് മറുരൂപ മല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മലയെന്ന് മാത്രമേ നമ്മൾ ബൈബിൾ എഴുതിയിട്ടുള്ളൂ. എങ്കിലും മറുരൂപ മല എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ അത് അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ യേശു ഉയർന്ന മലയിലേക്ക് എന്തിനാ കൊണ്ടുപോയത്? പ്രാർത്ഥിപ്പാൻ കയറിപ്പോയതാ കേട്ടോ. അല്ല, ഒരു സൈറ്റ്സ് നമ്മളറിയാം, നമ്മൾ മലകളിലൊക്കെ പോകും. നമുക്കറിയാം ട്രിവാൻഡ്രത്തൊക്കെ നല്ല ഉയരമുണ്ട്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ ചെന്ന് ഉയർന്ന മലനിരകൾ കാണാൻ കഴിയും. എന്തിനാ ആൾക്കാർ അതിന് മുകളിൽ കയറുന്നത്? ഹല്ലേലൂയ. ഒന്നിൽ ട്രക്കിങ്ങിന് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ സൈറ്റ് സീയിങ്ങിന് പോകുന്നവരുണ്ട്. അങ്ങനെ പല പല ആവശ്യങ്ങൾക്കായിട്ട് മലയിലേക്ക് പോകുന്നവരുണ്ട്, ഉയർന്ന മലകളിൽ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ തീർത്ഥാടനങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. എന്നാൽ എന്റെ യേശു ഇവരെ കൂട്ടിക്കൊണ്ട് പോയത് ഒരു സൈറ്റ് സീയിങ്ങിനോ മറ്റൊരു കാര്യത്തിനോ അല്ല, അല്ലെങ്കിൽ ഒരു ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല കൂട്ടിക്കൊണ്ടുപോയത്. എന്തിനാ കൂട്ടിക്കൊണ്ടുപോയെന്നറിയാമോ? ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ കേട്ടോ. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും നാളും താഴ്വരയിൽ നിൽക്കുകയല്ലായിരുന്നോ? താഴ്വരയിൽ ഹല്ലേലൂയ സ്തോത്രം എന്റെ ശുശ്രൂഷയുടെ കൂടെ നിങ്ങൾ കൈത്താങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ എന്നോട് കൂടെ നിങ്ങൾ സഞ്ചരിക്കുകയായിരുന്നു. താഴ്വരയിൽ നിങ്ങൾക്ക് കുടുംബമുണ്ട്, ശുശ്രൂഷ മാത്രമല്ല നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കതായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും മറ്റുവിധ പ്രശ്നങ്ങളും ഭാരങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ നിങ്ങൾ അല്പസമയം ഈ താഴ്വര അങ്ങ് മറക്ക്. അല്പസമയത്തേക്ക് ഞാൻ നിങ്ങളെ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോകുക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? പ്രാർത്ഥിക്കാൻ വേണ്ടിയാ കേട്ടോ. അല്പസമയം നിങ്ങളെ എനിക്കൊന്ന് തനിച്ചു കിട്ടണം, നിങ്ങളെയുമായി തനിച്ചിരുന്ന് എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഇതാ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു കേട്ടോ. എന്നും നമ്മളിങ്ങനെ താഴ്വരയിലായിരിക്കാനല്ല, എന്നും നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലും, എന്നും നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിലും, എന്നും നമ്മളിങ്ങനെ ചുറ്റപ്പെട്ടവരായിട്ട് ഇരിക്കാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്പസമയം എന്റെ യേശു കൂട്ടിക്കൊണ്ടു പോകും. എങ്ങോട്ടാണെന്നറിയാമോ? ഉയർന്ന മലയിലേക്ക്. ഹല്ലേലൂയ സ്തോത്രം. അല്പസമയം നീ താഴ്വര അങ്ങ് മറക്ക, അല്പസമയം ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ മറക്ക. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് എങ്ങോട്ടേക്ക് കയറണം? ഉയർന്ന മലയിലേക്ക് കയറണം. എന്തിനാ? പ്രാർത്ഥിക്കാൻ വേണ്ടിയാ കേട്ടോ. റമന ശന്തലേ രഗതന. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തി ജീവിതങ്ങളോട് വ്യക്തമായി ആലോചന അറിയിക്കുന്നത്, ഈ ദിവസങ്ങളിൽ താഴ്വരയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വിട, താഴ്വരയുമായി ചുറ്റിപ്പറ്റി നടക്കുന്ന അവസ്ഥകളൊന്ന് മാറ്റിയിട്ട് റീബൽ കൗഡ അല്പസമയം ഒന്ന് ഉയർന്ന മലയിലേക്ക് പ്രാർത്ഥിപ്പാൻ കയറുന്നുവെങ്കിൽ ചില ദൈവ പ്രവർത്തികളെ അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. മറുരൂപമല്ല, അല്ലെങ്കിൽ ഈ ഉയർന്ന മല എന്ന് പറയുന്ന അവിടെ സംഭവിക്കുന്ന ചില സംഭവവികാസങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ രസകരമായ ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ആനന്ദം കൊള്ളിക്കുന്ന ചില കാര്യങ്ങളാ കേട്ടോ. അതിന്റെ താഴെയുള്ള ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ. അങ്ങനെ പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു പദം എഴുതിയിരിക്കുകയാണ്. എന്താണ്? അവൻ പ്രാർത്ഥിക്കുമ്പോൾ. ആരൊക്കെ പോയത്? യേശു മാത്രമാണ് പോയത്. ഇപ്പോൾ 4 പേരാണ്, അവരുടെ ടീം 4 പേരാണ്. പത്രോസും യോഹന്നാനും യാക്കോബും ഉണ്ട്. പക്ഷെ ഇവര് 3 പേരും ഉൾപ്പെട്ട, അല്ലെങ്കിൽ 4 പേര് ഉൾപ്പെട്ട ഒരു ടീമാണ് ഉയർന്ന മലയിലേക്ക് കയറിപ്പോയത്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന പദം അവൻ പ്രാർത്ഥിക്കുമ്പോൾ. ഹല്ലേലൂയ. ബാക്കി 3 പേര് എന്തെടുക്കുക? ഈ യോഹന്നാച്ചായനും യാക്കോബച്ചായനും ഹല്ലേലൂയ സ്തോത്രം പത്രോസാനൊക്കെ എടുക്കുക? അടുത്ത ഭാഗം വായിക്കുമ്പോൾ അറിയാം, അവരൊക്കെ ഇരുന്ന് ഉറങ്ങുക കേട്ടോ. ഹല്ലേലൂയ. നമ്മളെയൊക്കെ പോലെ തന്നെ എന്നെ കൂടെ ഉൾപ്പെടുത്തി ഞാൻ പറയുക, യേശു കഷ്ടപ്പെട്ട് താഴ്വരെന്നല്ല മറ്റുള്ളവരെല്ലാം എന്തെങ്കിലുമൊക്കെ സമാധാനിപ്പിച്ചിട്ടായിരിക്കും യേശു ഇവരെ കൊണ്ടുപോയതില്ലേ. എന്തെങ്കിലും റീസൺ ഒക്കെ പറഞ്ഞ് ഇവരെ കൊണ്ട് പോകുമ്പോ മറ്റു ശിഷ്യന്മാർ എന്തായാലും ചോദിച്ചു കാണും, യേശു അപ്പ ഞങ്ങളെന്താ നീ കൊണ്ടുപോകാത്ത, അല്ലെങ്കിൽ ഗുരു ഞങ്ങളെന്താ നീ കൂട്ടാത്തത്? അവരോട് എന്തെങ്കിലുമൊക്കെ അവരോട് അതിൻ്റെതായ റീസൺ എന്തെങ്കിലും അല്ല കേട്ടോ. യേശു അത് പ്രോപ്പർ ആയിട്ടുള്ള റീസൺ ഒക്കെ പറയത്തുള്ളൂ കേട്ടോ. പ്രോപ്പർ ആയിട്ടുള്ള റീസൺ ഒക്കെ പറഞ്ഞ് ഇവരെ കഷ്ടപ്പെട്ട് ഉയർന്ന മലയെ താഴ്വരയെന്ന് കൂട്ടിക്കൊണ്ടുപോയി ഉയർന്ന മല കൊണ്ടുവന്നപ്പോൾ ഇപ്പൊ പ്രാർത്ഥിക്കാൻ ആര് മാത്രമേ ഉള്ളൂ? യേശു മാത്രമേ ഉള്ളൂ. മറ്റുള്ളവര് 3 പേരും കടന്നുറങ്ങുകയാ. 32-ാം വാക്യം വായിക്കുന്ന പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടു പോയി കേട്ടോ. താഴ്വരയിൽ എന്തെല്ലാം ഭാരമായിരുന്നു. ഈ ഭാരം ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവന്മാര് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അവിടെ
ചെല്ലുമ്പോൾ ഇവന്മാർക്ക് മറ്റൊരു ഭാരമാ. എന്ത് ഭാരം? ഉറക്കമെന്ന ഭാരം. ഇന്ന് രാത്രികാലം ദൈവസഭയ്ക്കകത്ത്, ആത്മീക ശുശ്രൂഷയ്ക്കകത്ത് പിശാച് കൊണ്ടിടുന്ന വലിയൊരു തന്ത്രമായി ഇത് കേട്ടോ. ഓ ഹല്ലേലൂയ. ഒത്തിരി പ്രതികൂലങ്ങളും പ്രയാസങ്ങളിലൂടെ എല്ലാം തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഓടിയിട്ട് ഹല്ലേലൂയ ഭൗമിക കാര്യങ്ങളിലെല്ലാം വ്യാപൃതരായി, ജോലി കാര്യങ്ങളിൽ വ്യാപൃതരായി, അല്ലെങ്കിൽ പലവിധ ടെൻഷനിലെല്ലാം നമ്മൾ ഓടിക്കൂടിയിട്ട് ഓ ഹല്ലേലൂയ കർത്താവ് പറയുന്ന ഒരു ഞായറാഴ്ച അല്പസമയം സഭാ ഹാളിൽ വന്ന് ഓ ഹല്ലേലൂയ ആരാധിക്കാനും ബലപ്പെടാനും ഒന്ന് കർത്താവ് ഒന്ന് തനിച്ച് നമ്മളെ കൊണ്ടുപോകുമ്പോൾ അവിടെയും ചെന്നിരുന്ന് നമ്മൾക്ക് എന്താ വീണ്ടും വേറെ ഭാരമാ. എന്ത് ഭാരമാ? ഉറക്കഭാരം. ഹല്ലേലൂയ. നമുക്കറിയാം പലരും ദൈവിക ശുശ്രൂഷണ മുമ്പാകെ, വചന ശുശ്രൂഷണ മുമ്പാകെ ഉറങ്ങുന്നത് കാണുവാൻ കഴിയും. കാരണം ദൈവം വിളിച്ചു വേർതിരിച്ചതിന്റെ വില മനസ്സിലാക്കുന്നില്ല. മറ്റ് ഹല്ലേലൂയ സ്തോത്രം 9 പേര് താഴ്വരയിലുണ്ട്. 9 പേർക്കില്ലാത്ത ഒരു കോളിംഗ് ആയി ഇവരുടെ മേലുള്ളത്. അതിവർക്ക് മനസ്സിലായിട്ടില്ല. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്കില്ലാത്തൊരു കോളിംഗ് നമ്മുടെ മേൽ കടക്കുമ്പോൾ റീബൽ കൗഡ ഉറങ്ങാനുള്ള സമയമല്ല. ഇന്ന് രാത്രികാലം ചിലത് എന്റെ ദൈവത്തിന് നിന്നെ കാണിക്കാനുണ്ട്. റമനബലവ ശന്തല രഗതന ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്തിനാണെന്നറിയാമോ? ചിലത് നിന്നെ കാണിക്കാൻ വേണ്ടിയാ. താഴെയുള്ള ശിഷ്യന്മാരെ കാണിക്കാത്തത്, റീബൽക്കവിടെ താഴ്വരയിലുള്ളവർക്ക് വെളിപ്പെടാത്ത ഓ റമന ശന്തല രഗതന താഴെ നിൽക്കുന്ന പുരുഷാരത്തിനോ താഴെ നിൽക്കുന്ന മറ്റു ശിഷ്യന്മാർക്കോ വെളിപ്പെടാത്ത ചില വെളിപ്പാടുകളെ റീബൽ കൗഡ നിന്നെ കാണിക്കാനാ എന്റെ യേശു അല്പസമയത്തേക്ക് ഓ എന്നെ നിങ്ങളെ ഉയർന്ന ചില മലകളിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടെ നമുക്ക് അതിനൊന്നും സമയമില്ല. ഉറക്കത്തോടുറക്കമാ. ഇന്ന് രാത്രികാലം ചില ആത്മീക ഉറക്കങ്ങൾ മാറണം, ചില ആത്മീക മന്ദതകൾ മാറണം. റമന ശന്തല രഗതന ആത്മീക മയക്കവും ആത്മീക മന്ദതകളുമാ പലപ്പോഴും പലതും നമ്മൾ പ്രാപിക്കുന്നതിന് തടസ്സം, പല വെളിപ്പാടും കാണുന്നതിന് തടസ്സം, ദൈവത്തിന്റെ ദർശനങ്ങൾ കാണുന്നതിന് തടസ്സം, ദൈവിക ദൂതുകൾ മനസ്സിലാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് റീബൽ കൗഡ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന, എന്റെ യേശു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമുക്ക് കയറിപ്പോകാൻ കഴിയാത്തത് കൊണ്ടാ. ഹല്ലേലൂയ. അങ്ങനെ നമുക്കറിയാം അവരുറങ്ങുവാന്ന് വിചാരിച്ച് യേശുവരെ വഴക്കൊന്നും പറയാൻ പോയില്ല കേട്ടോ. അവിടെ എന്നാൽ അവർ ഉറങ്ങുന്നതിനിടയിൽ അവിടെ ഒരു സംഭവം നടക്കുക. അവിടെ 2 പുരുഷൻ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് അവൻ പ്രാർത്ഥിക്കുമ്പോൾ. അതാണ് നമ്മൾ ചിന്തിച്ചത്. അവരെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ലൂക്കോസിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു എഴുതുക അവൻ പ്രാർത്ഥിക്കുമ്പോൾ. എന്റെ യേശു പ്രാർത്ഥിക്കും. എന്റെ യേശു പ്രാർത്ഥിക്കാൻ പോയ എന്റെ യേശു പ്രാർത്ഥിക്കും കേട്ടോ. അല്ലാതെ ഉറക്കം തൂങ്ങിയിരിക്കത്തില്ല, അല്ലെങ്കിൽ അതിനിടയ്ക്ക് ഫോൺ വിളിച്ചോണ്ടിരിക്കത്തില്ല. പ്രാർത്ഥനാ സമയം ഫോൺ വിളിക്കാനുള്ള സമയമല്ല. പ്രാർത്ഥനാ സമയം അതും ഇതും ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കാനുള്ള സമയമല്ല. പ്രാർത്ഥനാ സമയം എന്ന് പറയുന്നത് അത് പ്രാർത്ഥിപ്പാനുള്ള സമയമാ. ഹല്ലേലൂയ സ്തോത്രം. ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽപ്പാനുള്ള സമയമാ. അതുകൊണ്ട് ഹല്ലേലൂയ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് യെസ് ഹല്ലേലൂയ രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ മുറിക്കൊക്കെ ഒരു ചിട്ടയൊക്കെ വേണം കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്കൊരു കോൺസെൻട്രേഷൻ വേണം. ഹല്ലേലൂയ. ഓ ഫോൺ നമ്മുടെ അടുത്ത് വെച്ചിരുന്നാൽ കോള് വരും, നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ പ്രാർത്ഥന മുറിഞ്ഞു പോകും. അല്ലെങ്കിൽ ശ്രദ്ധ അടുക്കളയിലാണെങ്കിൽ, പ്രത്യേകിച്ച് സഹോദരിമാരുടെ ശ്രദ്ധ അടുക്കളയിൽ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും അടുക്കള വന്നിരിക്കുന്നത്. കുക്കർ ചീറ്റുമ്പോൾ ഹല്ലേലൂയ ഈ പ്രാർത്ഥന എടുത്തിട്ട് ഓടി അങ്ങോട്ട് പോകും. ഹല്ലേലൂയ സ്തോത്രം. ഇടയ്ക്ക് കറിയൊന്ന് ഇളക്കാൻ വേണ്ടി പോകും. അല്ലെ പ്രാർത്ഥന ഇങ്ങനെ ഹല്ലേലൂയ പല പല സെക്ഷനായിട്ടാ പ്രാർത്ഥന നടക്കുന്നത്. മുറിഞ്ഞു പോകുന്ന പ്രാർത്ഥന. എന്നാൽ പൗലോസ് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പിരെന്നാകട്ടോ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരുന്നാൽ ഏകാഗ്രത വേണം. അതിന്റെ ഇടയ്ക്ക് മറ്റു പരിപാടികൾക്ക് പോകരുത്. മറ്റൊന്നിൽ നമ്മൾ ഹല്ലേലൂയ ഇൻവോൾവ് ആകരുത്. കാരണം പ്രാർത്ഥന എന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വെപ്പണാകട്ടോ. പിശാച് വിറയ്ക്കുന്നത് പ്രാർത്ഥനയുടെ മുമ്പിലാ, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിലാ. റീബൽക്കോടെ പിശാച് മുട്ടുകളെ ഹല്ലേലൂയ മടക്കും. റമനബലവ ശന്തല പ്രാർത്ഥിക്കുന്ന ഒരുത്തന് പിശാചിന് ഭയമാ. അതുകൊണ്ട് ദാനിയേലിനെ ഭയന്നിട്ടാ ദാനിയേലിനെതിരെ രേഖ എഴുതുക. കാരണം പിശാച് നോക്കുമ്പോൾ ദാനിയേൽ 3 നേരം കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുക. ഇവന്റെ പ്രാർത്ഥന എങ്ങനെയെങ്കിലും മുടക്കണം. കാരണം ഇവൻ പ്രാർത്ഥിച്ചാൽ ചില വിടുതലുകൾ നടക്കും. ഓ ഹല്ലെ പ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് ചില വിടുതലുകൾ നടക്കുമെന്ന് മനസ്സിലാക്കിയ അല്ലെ പിശാച് പറഞ്ഞു ഇവന്റെ പ്രാർത്ഥന ഏതുവിധനെ മുടക്കണം. ഓ റമന ശന്തല. അതിനായി അവന് സിംഹത്തിന്റെ ഗുഹയൊരുക്കി. സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ടു. പക്ഷേ ഹല്ലേലൂയ മുട്ടു
മുട്ടുമടക്കിയത് റീബൽ കൗഡ ദൈവത്തിന്റെ മുമ്പിലാണെങ്കിൽ റീബൽ കൗഡ സിംഹത്തിന്റെ കുഴിയിലേക്ക് ചെന്നപ്പോൾ സിംഹം ഹല്ലേലൂയ ദാനിയേലിന്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുകയാ. റമനവലഭ ശംദല രഗതന വിഴുങ്ങാൻ നോക്കിയവന് വാവളിക്കാൻ പറ്റുന്നില്ല. റീബൽ കൗഡ അവന്റെ മുട്ടുകളെ, അവന്റെ കാലുകളെ, അവന്റെ വായെ ദൈവം അടച്ചു കളഞ്ഞു കേട്ടോ. അനങ്ങാൻ കഴിയാതെ വണ്ണം ദൈവം നിർത്തിയെങ്കിലോ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കാൻ ദൈവം നിനക്കൊരു പ്രേരണ തന്നാൽ, പ്രാർത്ഥിപ്പാൻ നീ ഒരു സമയം മാറ്റിവെച്ചാൽ അത് അതിനും ഇതിനും വേണ്ടി സമയം ചെലവഴിക്കരുത്. അത് പ്രാർത്ഥിപ്പാൻ തന്നെ വേണം ചെലവഴിക്കാൻ. ഹല്ലേലൂയ. ദിവസങ്ങളിൽ റീബൽ കൗഡ് ഉഴപ്പുകളൊക്കെ മാറട്ടെ. റമനവലഭ ശംദലേ രഗതന റീബൽ കൗഡി വിരിഗതനാരകൾ കാണ. പ്രാർത്ഥിപ്പാൻ ദൈവം ഹല്ലേലൂയ പ്രേരണ തരുമ്പോൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. മറ്റുള്ള ചിന്തകളിലേക്ക് പോകരുത്. അതുകൊണ്ട് ഹല്ലേലൂയ അറയിൽ കടന്ന് വാതിലടയ്ക്കണം. വാതിലടച്ചില്ലെങ്കിൽ എന്താ? വാതിൽ തുറന്നിട്ടാ വാതിന് മുന്നിൽ കൂടെ പോകുന്നവരോട് ശ്രദ്ധയുണ്ടാകും. അതിന്റെ പുറത്തടക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പതറിപ്പോകും. പിശാചിനറിയാം വാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ആമേൻ പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ചെയ്യിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം നമ്മൾ വിഷയങ്ങളിൽ നിന്ന് ഡൈവേർട്ടായി പോകും. എന്നാൽ ഹല്ലേലൂയ ദാവീദിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം അവൻ സങ്കടം ബോധിപ്പിച്ച് കരയും കേട്ടോ. റമനബലവ ശംദല. അതിന്റെ ഇടയ്ക്ക് ഹല്ലേലൂയ മന്ത്രിമാര് വരട്ടെ, അതിന്റെ ഇടയ്ക്ക് സേനാധിപന്മാര് വരട്ടെ, ആര് വന്നാലും ദാവീദിന് പ്രശ്നമില്ല. എത്ര ഭരണകാര്യത്തിൽ താൻ ഹല്ലേലൂയ തിരക്കുള്ളവനായാലും അത് തന്റെ പ്രാർത്ഥന ജീവിതത്തെ ബാധിക്കത്തില്ല കേട്ടോ. ദാവീദിന്റെ പ്രാർത്ഥന ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുന്നത് പോലെയാ. അല്ലെങ്കിൽ നമുക്ക് ഡോക്ടർ മരുന്ന് എഴുതുമ്പോൾ എന്താണ്? രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, വൈകിട്ടൊന്ന്, അല്ലെങ്കിൽ രാവിലെ ഒന്ന്, വൈകിട്ടൊന്ന്, അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് ഒന്ന്. ഹല്ലേലൂയ. ഇതുപോലെ ദാവീദിന്റെ പ്രാർത്ഥനയുടെ പ്രിസ്ക്രിപ്ഷൻ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുന്നത് പോലെ ദാവീദിന്റെ പ്രാർത്ഥന. രാവിലെ ഒരു പ്രാർത്ഥന, ഉച്ചയ്ക്കൊരു പ്രാർത്ഥന, യെസ് വൈകിട്ടൊരു പ്രാർത്ഥന. എന്തിനാ 3 നേരം മരുന്ന് നൽകുന്നത്? റീബൽ കൗഡ ഹല്ലേലൂയ നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കാനാണെങ്കിൽ ഇന്ന് രാത്രികാലം 3 നേരം മരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഉപരിയായി ഇന്ന് രാത്രികാലം ശാരീരിക ക്ഷീണത്താൽ ഭാരപ്പെടുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ആലോചന പറയുന്നു. 3 നേരം മരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഉപരിയായി 3 നേരം ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ശാരീരിക മണ്ഡലത്തിന്മേൽ ഇന്ന് രാത്രികാലം ചില വിടുതലുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരും. ഹല്ലേലൂയ. നമ്മൾ നിന്ന പോയിന്റ് അവൻ പ്രാർത്ഥിക്കുമ്പോൾ, യെസ് ഹല്ലേലൂയ, അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. ഹല്ലേലൂയ സ്തോത്രം. യേശു പ്രാർത്ഥിച്ചപ്പോൾ യേശുവിന്റെ മുഖത്തിന്റെ ഭാവം മാറി കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മുഖത്തിന്റെ ഭാവമൊക്കെ മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോന്റെയൊക്കെ വീർപ്പിച്ചിരിക്കുന്നവരോടും ഹല്ലേലൂയ സ്തോത്രം. എന്തെങ്കിലും ഭാരം കേൾക്കുമ്പോൾ ഇങ്ങനെ നിരാശയോടെ ഇരിക്കുന്നവരോടും ഹല്ലേലൂയ എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ കേട്ടോ. ആരെ നമ്മൾ ഹല്ലേലൂയ ദേഷ്യപ്പെട്ട ആരുടെ മുഖത്ത് നമ്മൾ മുഖമൊന്നും വീർപ്പിച്ച് കാണിക്കണ്ട, അല്ലെങ്കിൽ നിരാശയോടെ തല കുമ്പിട്ടിരിക്കേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മതി. മുഖത്തിന്റെ ഭാവം മാറ്റാൻ ആർക്ക് കഴിയും? എന്റെ യേശുവിന് കഴിയും കേട്ടോ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനക്കാരാണെന്ന് ഹല്ലേലൂയ സ്തോത്രം പലർക്കും നമ്മളെ തിരിച്ചറിയാൻ കഴിയുന്നത് എന്തുകൊണ്ടാ? ഒരു പ്രത്യേക ദൈവത്തിന്റെ കൃപ നമ്മുടെ ഹല്ലേലൂയ മുഖത്ത് വ്യാപരിക്കും കേട്ടോ. ഒരു പ്രത്യേക ദൈവ സാന്നിധ്യം നമ്മുടെ മുഖത്ത് വ്യാപരിക്കും. നമുക്കറിയാം, യാത്ര ചെയ്യുമ്പോൾ പലരും നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. നമുക്കൊരു ദൈവവിശ്വാസിയെ കാണുമ്പോഴറിയാം, അല്ലെങ്കിൽ ജാതികളെ ഒരാൾക്ക് ഹല്ലേലൂയ നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. കാരണം എന്താണ്? നമ്മുടെ മുഖത്ത് ആ ദൈവ തേജസ് ഉണ്ടാകും. നമ്മുടെ മുഖത്ത് ആ ഹല്ലേലൂയ സ്തോത്രം ആ ദൈവിക പ്രസാദം ഉണ്ടാകും കേട്ടോ. നമ്മൾ പ്രാർത്ഥനക്കാരാണെന്ന് പറഞ്ഞ് ഏത് സമയം ഇങ്ങനെ കുത്തികുറിപ്പിച്ച് അല്ലെങ്കിൽ ഏത് സമയം നിരാശപ്പെട്ടിരുന്നാൽ അവരുടെ ഹല്ലേലൂയ സ്തോത്രം ഒരു പ്രാർത്ഥനക്കാരിയോ പ്രാർത്ഥനക്കാരെന്നുള്ള പേരുണ്ടാകത്തില്ല. പകരം നമ്മൾ പ്രതികൂലത്തിലൂടെയാണ് കടന്നു പോകുന്നെങ്കിലും നമ്മുടെ മുഖം പ്രസന്നമായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ടെൻഷനിലൂടെ കടന്നു പോകുന്നെങ്കിലും നമ്മുടെ മുഖം പ്രസന്നമായിരിക്കണം. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ അതിന് നടുവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നമ്മുടെ മുഖത്തെ മാറ്റുവാൻ ആർക്ക് കഴിയും? എന്റെ യേശുവിന് കഴിയും കേട്ടോ. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ. നെഹമ്യാവ് ദൈവസന്നിധിയിൽ നിന്നപ്പോൾ രാജാവിന് മുന്നിൽ നിന്നപ്പോൾ നെഹമ്യാവിനോട് രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ മുഖം വാടിയിരുന്നാൽ ആർക്കറിയാൻ കഴിയും? മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ കഴിയും. പക്ഷെ ഇന്ന് രാത്രി കാലം ഞാൻ പറയട്ടെ, പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഉണരുന്ന ഒരു ഭക്തനെ നോക്കിയാൽ അറിയാൻ പറ്റും, അവനെപ്പോഴും സന്തോഷമുള്ളവനായിരിക്കും, അവനെപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അവനെപ്പോഴും ആനന്ദമുള്ളവനായിരിക്കും. ഇവിടെ പറയുകയാണ്
എന്താണ്? അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി. ഹല്ലേലൂയ. നമുക്കറിയാം മോശയെ ദൈവം സിനായി പർവ്വതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തിനാണെന്നറിയാമോ? കൽപ്പനകളെ എഴുതി കൊടുക്കുവാൻ. ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, സാക്ഷ്യത്തിന്റെ പലകയിൽ ആ കൽപ്പനകൾ എഴുതി കൊടുത്തപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം ഇങ്ങനെ എന്നെ സന്തോഷിപ്പിച്ചു. താൻ അരുളി ചെയ്തത് മുഖാന്തരം, അതായത് യഹോവ അരുളി ചെയ്തത് മുഖാന്തരം മോശയുടെ ത്വക്ക് പ്രകാശിച്ചത് ആരറിഞ്ഞില്ല? മോശെ അറിഞ്ഞില്ല. അപ്പോൾ യഹോവ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, മോശയോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മോശയുടെ ത്വക്ക് പ്രകാശിച്ചത് ആരറിഞ്ഞില്ല? മോശെ അറിഞ്ഞില്ല കേട്ടോ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യഹോവയുടെ വായിൽ നിന്ന് കേട്ട വചനങ്ങളെ മോശ കേട്ടുകൊണ്ടിരുന്നപ്പോൾ, അവന്റെ ചെവിക്കകത്തേക്ക് ഈ വചനം കയറിയപ്പോൾ മാറ്റം സംഭവിച്ചെവിടെയാ? അവന്റെ ത്വക്കിൽ മാറ്റം സംഭവിച്ചു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ആലോചന പറയുക, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ചെവിയിലൂടെയാണ് അകത്ത് കയറുന്നെങ്കിലും ഇന്ന് രാത്രികാലം അത് ത്വക്കിന്മേൽ വ്യാപരിപ്പാൻ ആര് ശക്തനാണ്? ദൈവം ശക്തനാകട്ടോ. റമന ശംദല, യഹോവ അരുളി ചെയ്തത് മുഖാന്തരം മോശയുടെ ത്വക്ക് പ്രകാശിച്ചത് മോശെ അറിഞ്ഞില്ല. ഇന്ന് രാത്രികാലം യഹോവയുടെ വായിൽ നിന്ന് വന്ന വചനങ്ങളെ അവൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ റീബൽ കൗഡ, ഹല്ലേലൂയ, വലിയൊരു പ്രകാശം അവന്റെ ത്വക്കിലേക്ക് വ്യാപരിക്കൂ. ത്വക്കെന്ന് പറയുന്നത് ഹല്ലേലൂയ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാകട്ടോ. സ്കിന്നാണ് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത്. ഇന്ന് രാത്രികാലം ഏറ്റവും വലിയ അവയവത്തിലേക്ക് ഹല്ലേലൂയ ദൈവ സാന്നിധ്യം അങ്ങ് ഇറങ്ങി. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവില്, ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ദൈവവചനം കേട്ടുകൊണ്ടിരുന്നാൽ മതി, അത് നിന്റെ ശാരീരിക അവയവങ്ങളിലേക്ക് വ്യാപരിക്കും, നിന്റെ ത്വക്കിലേക്ക് വ്യാപരിക്കും. നീ പോലും അറിയാതെ വണ്ണം, അവിടെ മോശെ അറിഞ്ഞില്ല ത്വക്ക് പ്രകാശിച്ചത്, നീ പോലും അറിയാതെ വണ്ണം, ഞാനും നിങ്ങളും അറിയാതെ വണ്ണം നമ്മുടെ ഉള്ളിലേക്ക് ആത്മശക്തിയെ പകരുവാൻ ആര് ശക്തനാണ്? ദൈവശക്തനാ. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ തിരിച്ചറിയുക, റമനബലവ ശംദല രഗദന, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശാരീരിക മണ്ഡലങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുക. എത്ര പേർക്ക് കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? അന്യഭാഷയുള്ളവർ ദൈവത്തെ ആത്മാവിൽ ഒന്ന് ആരാധിച്ചാട്ടെ. റമനബലവ ശംദല രഗദന, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മോശയുടെ ത്വക്ക് പ്രകാശിച്ചെങ്കിൽ റമന ശംദല ഇന്ന് രാത്രികാലം ശാരീരിക മണ്ഡലങ്ങളിലേക്ക് റബൽ കൗഡവാരവ ചെറുകഥന ചിലരുടെ മേൽ ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. അവിടെ എഴുതിയിരിക്കുകയാണ്, മോശെ അറിഞ്ഞില്ല ത്വക്ക് പ്രകാശിച്ചത്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പല കാര്യങ്ങളും ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, നമ്മൾ വചന ശുശ്രൂഷയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചില വിടുതലുകൾ നമ്മൾ പോലും അറിയുന്നില്ലായിരിക്കും കേട്ടോ. നമ്മൾ പോലും അറിയാതെ വണ്ണം പല രോഗങ്ങൾക്ക് ദൈവം വിടുതൽ നൽകുന്നുണ്ട്, പല പ്രശ്നങ്ങൾക്ക് ദൈവം സൊല്യൂഷൻ ഒരുക്കുന്നുണ്ട് കേട്ടോ. റമന ശംദല രഗദന റിഗൽ ഖാന റീബൽ കൗഡ റമന ശംദേ രഗദൽ കൗഡ ഹല്ലേലൂയ. റമന ശംദല ഒരുപക്ഷെ പല ഹല്ലേലൂയ വിഷയങ്ങളുമായിട്ടായിരിക്കാം പല മീറ്റിങ്ങിൽ നമ്മൾ കയറുന്നത്. ഒരുപക്ഷെ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു വിടുതൽ നടന്നില്ല എങ്കിലും പല മേഖലകളിൽ റീബൽ കൗഡ നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അത് നിങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ റമന ശംദല പലയിടങ്ങളിൽ അത് വിടുതലായി വ്യാപരിക്കും. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞോണമെന്നില്ല റീബൽ കൗഡ, എന്നാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾ അറിയത്തക്കവണ്ണം, അറിയത്തക്കവണ്ണം ദൈവം താമസിയാതെ വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ആലോചന പറഞ്ഞുറപ്പിക്കുകയാണ്. റമനബലവ ശംദലേ രഗദന റീഗൽ കൗഡ റമനബലവ ചാരബല ഔഡൽ ഖാന, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പ്രിയ തങ്കമ്മയാന്റിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് റീബൽ കൗഡ ഇങ്ങനെ ആലോചന പറയുക. റീബൽ കൗഡ പല മീറ്റിങ്ങുകളിൽ കേട്ട ദൈവത്തിന്റെ വാക്തത്വങ്ങളുണ്ട്. റമന ശംദലേ രഗദന പല ചിന്തിക്കും, എന്തുകൊണ്ട് പല വാക്തത്വങ്ങളും ഡിലേ ആകുന്നു? യെസ്, ദൈവാത്മാവ പദം ഓർപ്പിക്കുക, എന്തുകൊണ്ടാ അപ്പ ഞാൻ പ്രാർത്ഥിച്ചിട്ടും പല വാക്തത്വങ്ങളും താമസിക്കുന്നത്? യെസ്, ഹല്ലേലൂയ. ദൈവാത്മാവ് പറയുന്നത് താമസിക്കുന്നതല്ല കേട്ടോ, പലതും പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. റമനബലവ ചാരബല ഔഡൽ ഖാന പല മീറ്റിങ്ങുകളിലും അതിന്റെ വിടുതലുകൾ ആരംഭിച്ചു കഴിഞ്ഞു. യെസ്, ഈ ദിവസങ്ങളിൽ ചില വിടുതലിന്റെ വാർത്തകൾ പ്രിയ സഹോദരിയുടെ കാതുകളിൽ കേൾക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ആലോചന പറഞ്ഞുറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം
മുഖത്തിന്റെ ഭാവം മാറി. മോശയുടെ ത്വക്ക് പ്രകാശിച്ചത് ഹാലലിയ മോശ അറിഞ്ഞില്ല. മോശ ഇറങ്ങി വന്നപ്പോൾ ഹാലലിയ സ്തോത്രം അഹരോനും ഇസ്രായേൽ ജനം കണ്ടു ഭയപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നതാ. ഇന്ന് രാത്രികാലം പറയട്ടെ, എങ്ങനെ പ്രകാശിക്കാതിരിക്കും? ചെവിക്കുള്ളിലേക്ക് ദൈവവചനമാ കേറിയതാ. യഹോവയിൽ നിന്ന് നേരിട്ട് ശബ്ദം തന്റെ കാതുകളിലേക്ക് മുഴങ്ങി. തന്റെ കയ്യിൽ എന്തായിരിക്കുന്നതാ? ദൈവത്തിന്റെ വിരലുകൾ എഴുതിയ സാക്ഷ്യത്തിന്റെ പലക. കാതിലേക്ക് ദൈവത്തിന്റെ ശബ്ദം. കൈകളിൽ ദൈവത്തിന്റെ വിരലുകൾ കൊണ്ട് എഴുതിയ സാക്ഷ്യത്തിന്റെ പലക. ഇത് രണ്ട് കയ്യിലുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ത്വക്ക് പ്രകാശിക്കാതിരിക്കും? എങ്ങനെ ശരീരത്തിന്റെ ദൈവ സാന്നിധ്യം ഇറങ്ങാതിരിക്കും? ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ പറയട്ടെ, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്താൽ കേൾക്കുന്നത് ദൈവവചനം, കയ്യിൽ ഇരിക്കുന്നതും ദൈവവചനം. കേൾക്കുന്നതും ദൈവവചനം, കയ്യിൽ ഇരിക്കുന്നതും ദൈവവചനം. റമന ശംദല രഗതന റീബൽ കൗഡ ഇത് ചുമന്നാൽ റീബൽ കൗഡ ദൈവ സാന്നിധ്യം നീ പോലും അറിയാതെ വണ്ണം റീബൽ കൗഡ നിന്റെ മേലും മേലും പകരുവാൻ ആര് ശക്തനാ? ദൈവം ശക്തനാകട്ടോ. ഹാലലൂയ. എങ്ങനെ ദൈവസാന്നിധ്യം ഇറങ്ങാതിരിക്കാൻ കഴിയും? മോശ ദൈവസന്നിധിയിലിരുന്ന യഹോവയിൽ നിന്ന് നേരിട്ട് കൽപ്പനകളെ കേട്ടുകൊണ്ടിരിക്കുക. രണ്ട് ഹല്ലേലൂയ. അവൻ ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ വിരലുകൾ കൊണ്ടെഴുതിയ പുറപ്പാട് പുസ്തകം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ആ പുറപ്പാട് പുസ്തകത്തിലെ ആ ഭാഗങ്ങൾ 34 അധ്യായത്തിലേക്ക് ആ ഭാഗങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 34-29 ആ ഭാഗങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ വിരലുകൾ കൊണ്ടെഴുതിയ ഹല്ലേലൂയ സാക്ഷ്യത്തിന്റെ പലക കയ്യിലിരിക്കുക കേട്ടോ. കയ്യിലും ദൈവവചനം, കാതുകളിലും ദൈവവചനം. റീബൽ ഈ ദിവസങ്ങൾ ദൈവവചനത്തിന് മുമ്പിൽ ഇരുന്നോ കേട്ടോ. ലഭിക്കുന്ന സമയങ്ങൾ ഏത് മീറ്റിങ്ങുകളാണെങ്കിലും റമന ശബ്ദല കേറി വിടുതൽ പ്രാപിച്ചു കൊള്ളുക. ഏത് സമയത്തും ഒരു വിടുതൽ നൽകാൻ ആര് ശക്തനാ? ദൈവം ശക്തനാ. ഹാലലൂയ. അവിടെ എഴുതിയിരിക്കുക, 2 പുരുഷന്മാർ അവരോട് സംസാരിച്ചു, മോശയും ഏലിയാവും തന്നെ. ഹാലലൂയ സ്തോത്രം. അടുത്ത് അവന്റെ ഉടുപ്പ് വെള്ളയായി തീർന്നു എന്നുള്ള പദങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാതവണ്ണം യേശുവിന്റെ വസ്ത്രം വെള്ളയായി തീർന്നു കേട്ടോ. താഴ്വരയിൽ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് ലഭിക്കാത്തൊരു വെളിപ്പാട് ആർക്ക് ലഭിക്കുക? ഉറങ്ങിയ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. അല്പം ഉറങ്ങിപ്പോയെങ്കിലും തൻ കുട്ടിക്കൊണ്ടുപോയ ശിഷ്യന്മാർക്ക് വേണ്ടി ചില ദൈവിക വെളിപ്പാടുകളെ മയക്കുമതിരി പരിമിതികൾ എന്റെ യേശുവിന് അറിയാൻ കേട്ടോ. പക്ഷെ എന്റെ യേശു അതൊന്നും കണക്കിടാതെ വണ്ണം അകൃത്യങ്ങൾ ഓർമ്മ വെച്ചാൽ ആർക്കും തിരുസന്നിധി നിൽപ്പാൻ കഴിയത്തില്ല. നമ്മുടെ അകൃത്യങ്ങളെല്ലാം ക്ഷമിച്ച ഈ ദിവസങ്ങളിൽ ചില വെളിപ്പാടിന്റെ മണ്ഡലങ്ങളുടെ നടത്തുവാൻ ആര് ശക്തനാണ്? ദൈവം ശക്തനാകട്ടോ. ഹാലലൂയ. അവിടെ പറയുകയാണ്, 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. ഹാലലുയ. അവിടെ എടുത്തു പറയുകയാണ്, 2 പുരുഷന്മാർ അവിടെ കടന്നു വന്ന ആരാണ്? പഴയ നിയമത്തിലെ ഭക്തന്മാരായ 2 പുരുഷന്മാർ, മോശയും ഏലിയാവും. എന്തൊരു സന്തോഷമുള്ള ഒരു സ്ഥലമായി ഇപ്പൊ മറുരൂപമല അല്ലെ. താഴ്വരയിലില്ലാത്ത വളരെ മനോഹരമായ ഒരു സന്ദർഭത്തിനായി ഇപ്പോൾ മറുരൂപമല സാക്ഷ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. മറുരൂപമലയിൽ ഇന്ന് വരെ വെളിപ്പെടാത്ത അനുഗ്രഹിക്ക ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ യുഗങ്ങളുടെ പുരുഷനായ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. എത്ര അസുലഭമായ നിമിഷമാ മറുരൂപ മലയിൽ ഇപ്പോൾ ഉള്ളത്. ഹല്ലേലൂയ. താഴ്വരയിൽ ലഭിക്കാത്ത ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ടൊരു നിമിഷം ഇപ്പോൾ എവിടെ ഉണ്ടായിരിക്കുക? ഉയർന്ന മലയിൽ ഇപ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ സാന്നിധ്യം. പഴയ നിയമ ഭക്തന്മാരും പുതിയ നിയമ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ അപ്പോസ്തലന്മാരും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവും കൂടെ റീബൽ കൗഡ ഒന്നിച്ചു ചേരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സമ്മേളനം കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാ. അവിടെ എഴുതിയിരിക്കുകയാണ്, ആ പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, അവരെന്താണ് സംഭാഷിച്ചത്? ഇതൊന്നും പത്രോസാനും യോഹന്നാനും യാക്കോബച്ചാനും ഒന്നും കേട്ടില്ല. കാരണം അവർ ിക്കൊണ്ടിരുന്ന സമയത്ത് ഇവര് തമ്മിൽ നല്ലൊരു ഡിസ്കഷൻ നടക്കുകയാ. അവർ ഡിസ്കഷൻ നടത്തുന്ന എന്തിനെ കുറിച്ചാണെന്നറിയാമോ? വരാനുള്ള യേശുവിന്റെ നിര്യാണത്തെ കുറിച്ച്, അല്ലെങ്കിൽ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെ കുറിച്ച് ഹല്ലേലൂയ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുക കേട്ടോ. സംസാരിക്കുന്ന ഭാഗം ലൂക്കോസിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ, മറ്റിടത്തെല്ലാം സംഭാഷിച്ചത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവരെന്താണ് സംഭാഷിച്ചെന്നുള്ള വിവരം എഴുതിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിലാ.
അവർ സംഭാഷിച്ചതിന് വേണ്ടിയാണെന്ന് അറിയാമോ? എന്റെ യേശു കടന്നു വന്ന ദൗത്യത്തെ കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന പദം അവർ തേജസ്സിൽ പ്രത്യക്ഷരായി എന്നാണ്. മോശയും ഏലിയാവും എങ്ങനെ പ്രത്യക്ഷരായി? തേജസ്സിൽ പ്രത്യക്ഷരായി. ഹല്ലേലൂയ. ഇവിടെ നിന്നൊരു കാര്യം പറയട്ടെ. ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മോശയും ഏലിയാവും, അല്ല യേശു മാത്രമല്ല തേജസ്സിൽ പ്രത്യക്ഷനായത്, ഇവിടെ മോശയും ഏലിയാവും കൂടെ തേജസ്സിൽ പ്രത്യക്ഷനാകുകയാണ്. അതിന് ഹല്ലേലൂയ. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം മോശ പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിന്റെ ദാതാവാണ്. ഏലിയാവ് അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനാണ്. മോശ ഹല്ലേലൂയ മോശയെ കുറിച്ച് പറയുമ്പോൾ അവൻ മരിച്ച വ്യക്തിയാണ് അല്ലേ? മോശ മരിച്ചു, പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ദൈവം അവനെ അടക്കി. പക്ഷെ ഏലിയാവ് എന്ന് പറയുന്ന ആ അഭിഷിക്തദാസൻ മരണപ്പെട്ടില്ല, പകരം യഹോവ അവനെ എടുത്തുകൊണ്ടുപോയി. മരണം കാണാതെ എടുക്കപ്പെട്ട ഹല്ലേലൂയ അഭിഷിക്തനാണ് ഹല്ലേലൂയ ഏലിയാവ്. മരണത്തോടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ മനുഷ്യനാണ്, ഭക്തനാണ് മോശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആ ചിന്തകൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി എന്ന് എഴുതിയിരിക്കുന്നത്. മോശയും ഏലിയാവും തേജസ്സിൽ പ്രത്യക്ഷരായി. ഇതെന്തിനെ കാണിക്കുന്നറിയാമോ? വരുവാനുള്ള ഹല്ലേലൂയ തേജസ്സിന്റെ പ്രത്യക്ഷതയെ കാണിക്കുന്നത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും ഹല്ലേലൂയ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഇവിടെ ക്രിസ്തുവിൽ മുമ്പേ മരിച്ചവർക്ക് മോശ നിദാനം നിൽക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്നവർക്ക് ഹല്ലേലൂയ ഏലിയാവ് നിദാനം നിൽക്കുകയാ. ഹല്ലേലൂയ. മരിച്ചടക്കപ്പെട്ട മോശയും തേജസ്സിൽ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ജീവനോടെ ഇരുന്ന ഹല്ലേലൂയ എടുക്കപ്പെട്ട ഹല്ലേലൂയ ഏലിയാവും അവിടെ തേജസ്സിൽ പ്രത്യക്ഷനായി. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഇനി ഏറ്റവും വലിയ പ്രത്യാശ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ, ഹല്ലേലൂയ വാനകോണങ്ങളെ താണ്ടി നമ്മുടെ കർത്താവ് മടങ്ങി വരും. റീബൽ കൗഡ ഹല്ലേലൂയ. നമ്മളും ഇതുപോലെ തേജസ്സിൽ ഉയർക്കേണ്ടവരാകട്ടോ. ക്രിസ്തുവിൽ മരിച്ചവർ, നമ്മൾക്ക് മുമ്പേ പോയവരെ ഓർത്ത് നമ്മൾ ഭാരപ്പെടണ്ട. അവരെയും നമ്മൾ തേജസ്സിൽ നമ്മൾ കാണും. നാമും ക്രിസ്തുവിൽ നമ്മൾ ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നമ്മളെയും ഹല്ലേലൂയ തേജസ്സിൽ അവൻ ഉയർപ്പിക്കും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ മറുരൂപം മല എന്ന് പറയുന്നത് ഒത്തിരി ആത്മീക സത്യങ്ങളും കൊണ്ട് നിറഞ്ഞ, ഒത്തിരി ആത്മീക സത്യങ്ങളുടെ കലവറയായ അനുഗ്രഹിക്കപ്പെട്ട ഒരു മലയാ മറുരൂപ മല എന്ന് പറയുന്നത്. അങ്ങനെ അവർ സംസാരിച്ചു. അവിടെ എഴുതിയിരിക്കുകയാണ്, പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോട് കൂടെ നിൽക്കുന്ന രണ്ട് പുരുഷന്മാർ. ഇവർ സംസാരിച്ചത് ഒന്നും ഇവർ കേട്ടില്ല, പക്ഷെ ഇവർ ചിലത് കണ്ടു. ഹല്ലേലൂയ. റമന ശന്തല തേജസ്കരിക്കപ്പെട്ട യേശുവിന്റെ രൂപം കണ്ടു. തേജസ്സോടെ നിൽക്കുന്ന ഹല്ലേലൂയ മോശയും ഏലിയാവിനെയും അവർ കണ്ടു. അല്പം ഉറക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉറക്കച്ചടവൊക്കെ ഒന്ന് മാറിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം താഴ്വരയല്ല, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഭൗമികമായ മണ്ഡലത്തിലല്ല ഞങ്ങൾ നിൽക്കുന്നത്. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞ, അല്ലെങ്കിൽ രോഗങ്ങളും നിറഞ്ഞ ഒരു ഭൗമിക മണ്ഡലത്തിലല്ല ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഉയർന്ന ഒരു മലയിൽ ആത്മസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന, തേജസ്സോടെ നിൽക്കുന്ന ഹല്ലേലൂയ കർത്താവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ പത്രോസ് ചാടിക്കേറി പറയുന്ന പദമാ നമ്മൾ കുറിവാക്യമായി വായിച്ചത്, ഗുരു നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ റമന ശന്തല ഹല്ലേലൂയ പത്രോസ് പറയുക, ഗുരു ഇവിടെ ഇരിക്കുന്നതാ നല്ലത്. ഇനി നമുക്ക് ഈ ഉയർന്ന മലയിൽ ഇരുന്നാൽ മതി, നമുക്കിനി താഴോട്ടിനി പോകണ്ടെന്നാ പത്രോസ് പറഞ്ഞതിന്റെ അർത്ഥം. എനിക്ക് ഈ സ്ഥലം അങ്ങ് ഇഷ്ടപ്പെട്ടു, ഈ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നത് എനിക്കിഷ്ടമായി, എനിക്കിനി താഴ്വരയിലേക്ക് പോകണമെന്ന് ആഗ്രഹമില്ല. ഹല്ലേലൂയ. അതിന് പത്രോസ് ഹല്ലേലൂയ പറഞ്ഞ, അതിന് പെട്ടെന്നൊരു കാര്യം കൂടെ പറഞ്ഞു. നമുക്ക് താമസിക്കണമെങ്കിൽ ഹല്ലേലൂയ എന്തെങ്കിലും ഒരു താമസ ക്രമീകരണമൊക്കെ വേണമല്ലോ. വേഗം അക്കോമഡേഷനുള്ള കാര്യങ്ങളും കൂടി ആരും ഒരുക്കുക? പത്രോസ് ഒരുക്കുക കേട്ടോ. പത്രോസ് പറയുക, നമുക്ക് 3 കുടിലുണ്ടാക്കാം. യേശു ചോദിച്ചു, നമ്മൾ 6 പേരില്ല, പിന്നെ 3 കുടിൽ ആർക്കാ? അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടെന്നേ. ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും, ഹല്ലേലൂയ ഒന്ന് കർത്താവിനും. ഹല്ലേലൂയ. എന്താ നിങ്ങൾക്ക് വേണ്ടാത്തത്? ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പറയട്ടെ, ദൈവ സാന്നിധ്യം വന്നാൽ പിന്നെ നമ്മുടെ കാര്യമല്ല നമ്മൾ ചിന്തിക്കുന്നത്, ആരുടെ കാര്യമാ? ദൈവിക കാര്യമാ ചിന്തിക്കുന്നത് കേട്ടോ. ഇന്ന് രാത്രികാലം യഥാർത്ഥമായി ദൈവത്തിന്റെ തേജസ് കണ്ടാൽ, യഥാർത്ഥമായി ദൈവിക വെളിപ്പാട് നമ്മൾ പ്രാപിച്ചാൽ പിന്നെ താഴ്വരെ കടന്ന് കറങ്ങത്തില്ല.
ഭൗമികമായ വിഷയങ്ങളുടെ ചുറ്റും കടന്ന് കറങ്ങത്തില്ല. ഓ റമന ശന്തല, പിന്നെ ചിന്ത മുഴുവനും ദൈവികമായ കാര്യത്തിലായിരിക്കും, ദൈവികമായ ചിന്തകളായിരിക്കും. അവർക്ക് അതിനായിരിക്കും പ്രാധാന്യം. ഇവിടെ പത്രോസിന്റെയും യോഹന്നാന്റെയും യാക്കോബിന്റെ പ്രാധാന്യം മാറിപ്പോയി. അവര് പറയാം, ഞങ്ങളിപ്പോൾ ദൈവസന്നിധിയിൽ പ്രാധാന്യമുള്ളവരല്ല, പകരം ഹല്ലേലൂയ ഇപ്പോൾ യേശുവും മോശയും ഏലിയാവുമാ അവരുടെ കണ്ണിന്റെ മുമ്പിൽ പ്രാധാന്യം. ഇന്ന് രാത്രികാലം ദൈവ സാന്നിധ്യം നമ്മൾ യഥാർത്ഥമായി അനുഭവിച്ചറിഞ്ഞാൽ, ഓ ഹല്ലേലൂയ, പിന്നെ ഭൗമിക കാര്യങ്ങളുടെ പ്രാധാന്യം നമ്മൾ മാറ്റിവെച്ചിട്ട്, ഓ റമന ശന്തല, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മുന്നമേ അവന്റെ രാജ്യവും നീതിയും ഹല്ലേലൂയ അന്വേഷിക്കുന്നതിന് വേണ്ടി ഓടുന്ന ഒരു തലമുറ ഉണ്ടായി വരുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇവിടെ പത്രോസും യോഹന്നാനും യാക്കോബും അവരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഹല്ലേലൂയ പത്രോസ് ഹല്ലേലൂയ എഴുന്നേറ്റ് നിന്ന് പറയുക, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കലമെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമില്ല കേട്ടോ. ഹല്ലേലൂയ. ഇരിക്കാൻ പറ്റിയൊരു പാദപീഠം ഇല്ല കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം പോലെ ഓ റീബൽക്കോടെ ഏത് സമയത്ത് കയറി ചെല്ലുവാൻ കഴിയുന്ന ഒരിടമില്ലെന്ന ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓ ഹല്ലേലൂയ വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ എത്ര പേർ ആമേൻ പറഞ്ഞ കൈകളെ ഉയർത്തി ഓ ഇന്ന് രാത്രികാലം അത് റിസീവ് ചെയ്യുവാൻ കഴിയും. ഒരു ഓഫീസിൽ ചെല്ലട്ടെ, ഏത് സമയത്തും കയറി ചെല്ലാൻ പറ്റുമോ? ഒരു ഹോസ്പിറ്റലിൽ ചെല്ലട്ടെ, ഒരു പേഷ്യന്റിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് അവിടുത്തെ വിസിറ്റിംഗ് ടൈം എപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഡോക്ടറുടെ ടൈം എപ്പോഴാണെന്നാണ്. ഹല്ലേലൂയ. എന്തിനും ഏതിനും ഒരു സമയമുണ്ട്. ഒരു ഓഫീസിൽ ചെന്നാൽ, ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചെന്നാൽ അതിനൊരു സമയമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഒരു യാത്ര ചെയ്യാനോ, ഒരു ട്രെയിൻ പോയാൽ ഏത് സമയത്തും ചെന്ന ട്രെയിൻ കിട്ടും? ഇല്ല, ട്രെയിനിന്റെ ടൈമിനല്ലേ, ഫ്ലൈറ്റിനൊരു ടൈം ഉണ്ട് കേട്ടോ. ഏത് സമയത്തും ചെന്ന ഫ്ലൈറ്റ് കിട്ടത്തില്ല. ഹല്ലേലൂയ. എല്ലാത്തിനും ഒരു ടൈം ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എവിടെയും കയറി ചെല്ലുവാൻ ടൈം ഉണ്ടെങ്കിൽ, എന്നാൽ ടൈമില്ലാതെ കയറി ചെല്ലുവാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് എന്ത് മാത്രമാണെന്നറിയാമോ? അതിന്റെ കർത്താവിന്റെ സന്നിധി മാത്രമാ. റമന ശന്തല രഗതന. അതുകൊണ്ട് ഇബ്രാഹിം ലേഖനക്കാരൻ പറഞ്ഞത്, ഏത് സമയത്ത് കൃപ പ്രാപിപ്പാനായിട്ട്, ഏത് സമയത്ത് കരുണ പ്രാപിപ്പാനായിട്ട് എവിടെ കയറി ചെല്ലാം? കൃപാസനത്തിന്റെ അടുത്തേക്ക് കയറി ചെല്ലാം കേട്ടോ. ഹല്ലേലൂയ. ഏത് സമയത്തും കയറി ചെല്ലുവാൻ നമുക്കൊരു പെറ്റീഷൻ ഒരു MLA പറയണമെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയണമെങ്കിൽ നേരവും കാലമൊക്കെ നോക്കണം. പക്ഷെ യേശുവിന്റെ അടുക്കലേക്ക് ചെന്നാൽ ഏത് സമയത്തും ഹല്ലേലൂയ അവന്റെ കാതുകൾ തുറന്നിരിക്കുക കേട്ടോ. അവന്റെ ചെവി മന്ദമായിട്ടില്ല. ഓ അവന്റെ കണ്ണുകൾ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. റീബൽക്കൗടൻ കരം കുറുതായിട്ടില്ല കേട്ടോ. ഏത് സമയത്ത് നിന്റെ ഒരു ആവശ്യം പറഞ്ഞാൽ, ഏത് സമയത്ത് നിങ്ങളുടെ ഒരു പ്രശ്നം പറഞ്ഞാൽ അത് ചെവി തോർന്ന് കേൾക്കുന്ന ഒരു സ്വർഗം 24 hours ആക്റ്റീവ് ആണ്, 24 hours ലൈവ് ആയിട്ടുള്ള റീബൽക്കൗട ഹല്ലേലൂയ ഒരു സന്നിധി ഉണ്ടെങ്കിൽ അതിന്റെ യേശു കർത്താവിന്റെ സന്നിധി മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. രക്തം ജയമെടുക്കുക. ഏത് സമയത്തും വിടുതൽ പ്രാപിക്കാം. ഏത് സമയത്തും നിന്റെ പ്രശ്നവുമായി കടന്നിയല്ല. റീബൽക്കൗട ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പറയട്ടെ, ഏത് സമയത്തും വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നതാ ദൈവസന്നിധി. അതുകൊണ്ട് പത്രോസ് പറയുക, ഗുരു ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധി ഹല്ലേലൂയ അത് എത്ര ശ്രേഷ്ഠമാകട്ടോ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാകട്ടോ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഇരിക്കുന്നതാകട്ടോ ഏറ്റവും വലിയ അനുഗ്രഹം. ഹല്ലേലൂയ. അതുകൊണ്ട് 90-ാം സങ്കീർത്തനക്കാരൻ 91-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും ഹല്ലേലൂയ കാണാതെ അറിയാവുന്ന സങ്കീർത്തനമാകട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. എന്താ എഴുതിയിരിക്കുന്നത്? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വസിക്കുന്നവൻ. അത് KJV ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത് ഹല്ലേലൂയ, സ്തോത്രം എഴുതിയിരിക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. He that dwelleth in the secret place of the Most High എന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. സീക്രട്ട് പ്ലേസ്, അത്യുന്നതന്റെ മറവിൽ നിന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം സീക്രട്ട് പ്ലേസ് എന്നാകട്ടോ. ഇവിടെ ഹല്ലേലൂയ അല്പസമയത്തേക്ക് ബാക്കിയുള്ള 9 ശിഷ്യന്മാരെ മാറ്റി നിർത്തിയിട്ട് എന്റെ യേശു 3 പേരെയും കൊണ്ട് ഒരു സീക്രട്ട് പ്ലേസിലേക്ക് കൊണ്ടുപോയി കേട്ടോ. ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അതിന്റെ പേരാ സീക്രട്ട് പ്ലേസ്. അതിന്റെ പേരാ അത്യുന്നതന്റെ മറവ്. 91-ാം സങ്കീർത്തനക്കാരൻ പറയുക, അത്യുന്നത
അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അവനെ യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു. താഴോട്ട് വായിച്ചാൽ അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും. ഇന്ന് രാത്രികാലം പത്രോസ് പറയുക, എനിക്ക് ഇവിടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് അത്യുന്നതന്റെ മറവിൽ ഇരുന്നാൽ മതി, എനിക്ക് സീക്രട്ട് പ്ലേസ് മതി, എനിക്ക് ഉയർന്ന മല മതി. കാരണം അവിടെ ഇരുന്നാൽ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും. അവിടെ ഇരുന്നാൽ തന്റെ തൂവലുകൾ കൊണ്ട് അവൻ എന്നെ മറയ്ക്കും. റമന ശംദല രഗതന. എത്ര അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമല്ലേ അത്. 91 സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ? ഹല്ലേലൂയ. റമന വലവ ശംദല രഗതന. ഹല്ലേലൂയ. റീബൽ കൗഡ. അവനെ തന്റെ തൂവലുകൾ കൊണ്ട് ഇവിടെ ഇരുന്നാൽ തന്റെ തൂവലുകൾ കൊണ്ട് അവൻ എന്നെ മറയ്ക്കും. രാത്രിയിലെ ഭയം എനിക്ക് പേടിക്കില്ല, പകൽ പറക്കുന്ന അസ്ത്രത്തെ എനിക്ക് പേടിക്കണ്ട, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി എനിക്ക് പേടിക്കണ്ട, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ എനിക്ക് പേടിക്കണ്ട. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്റെ കാല് കല്ല് തട്ടിപ്പോകാതെ വണ്ണം അവൻ തന്റെ കൈകളിൽ എന്നെ വഹിച്ചുകൊള്ളും. സിംഹത്തിന് മേലും അണിലിന് മേലും നീ ചവിട്ടും, ബാലസിംഹത്തെ പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. ഈ സന്നിധിയിൽ ഇരുന്നാൽ എനിക്ക് ചില അധികാരങ്ങളൊക്കെ കിട്ടും. ഹല്ലേലൂയ. ഇവിടെ ഇരുന്നാൽ റീബൽ കൗഡി അത്യുന്നതന മറവിൽ ഇരുന്നാൽ, ഈ സീക്രട്ട് പ്ലേസിൽ ഇരുന്നാൽ ചില അധികാരങ്ങൾ എനിക്ക് ലഭിക്കും. ഹല്ലേലൂയ. എന്നെ വിഴുങ്ങുവാൻ വരുന്ന ചില സിംഹങ്ങളാ, റീബൽ കൗഡ എന്നെ കടിക്കുവാൻ വരുന്ന ചില അണലികളാ, ഹല്ലേലൂയ, എന്നെ ഹല്ലേലൂയ സ്തോത്രം ചുറ്റി വരിഞ്ഞ എന്നെ ഞെരുക്കാൻ ശ്രമിക്കുന്ന ചില പെരുമ്പാമ്പിന്റെ ശക്തികളെ എല്ലാം എനിക്ക് മെതിക്കുവാനുള്ള അധികാരം എനിക്ക് സീക്രട്ട് പ്ലേസിൽ ഇരുന്നാൽ ലഭിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ വെളിപ്പാടിൽ മനസ്സിലാക്കിയപ്പോൾ പത്രോസ് പറയുക, ഗുരു എനിക്ക് ഇവിടെ ഇരുന്നാൽ മതി. ഇവിടെ നമുക്ക് കുടിലുണ്ടാക്കി നമുക്ക് ഇവിടെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിൽ പറയട്ടെ, പത്രോസ് പറയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ പറയാൻ തയ്യാറാകണം. എനിക്ക് ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കണം, എനിക്ക് ഇവിടെ ഇരുന്നാൽ മതി, ഇനി താഴ്വരയിലേക്ക് പോകണ്ട. റമന ശംദല. ഇന്ന് രാത്രികാലം അല്പസമയങ്ങളൊന്ന് ഉപവസിക്കാനും ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറായാൽ ചില വേട്ടക്കാരന്റെ കെണികളാ ചില കുടുംബങ്ങളെ വിട്ട് മാറിപ്പോകുക, ചില തലമുറകളെ വിട്ട നിങ്ങളുടെ തലമുറകളെ വേട്ടയാടുന്ന റീബൽക്കോടെ ചില വേട്ടക്കാരെ പോലെ ചില തലമുറകളെ പിന്തുടരുന്ന ചില കെണികളാ യേശുവിന്റെ നാമത്തിൽ വഴിമാറി പോകുമെന്ന ദൈവത്തിന്റെ ആത്മാവിന് രാത്രികാലം ആലോചന പറയുക. പ്രിയ സീതയാന്റിയോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ആലോചന പറയുന്നു. തലമുറയ്ക്കെതിരെ ഒരു വേട്ടക്കാരനെ പോലെ റീബൽ കൗഡ കെണികൾ ഒരുക്കിക്കൊണ്ടുവരുന്ന ചില പൈശാചിക മണ്ഡലങ്ങളിന്മേൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ജയം കൽപ്പിക്കുക. ചില വേട്ടക്കാരന്റെ കണികളാ റമന ശംദല രഗതന ഒഴിഞ്ഞു പോകുന്നു എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഹല്ലേലൂയ. അവൻ നിന്റെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും കേട്ടോ. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. നിന്റെ കാല് കല്ല് തട്ടിപ്പോകാതെ വണ്ണം നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. എവിടെ ഇരുന്നാലാ സീക്രട്ട് പ്ലേസ് ഓഫ് മോസ്റ്റ് ഹൈ എഴുതിയിരിക്കുന്നത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ, ആ സീക്രട്ട് പ്ലേസിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവന് ദൈവം കൊടുക്കുന്ന ചില നന്മകളാ അതിന്റെ അവസാനം എഴുതിയിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. സീക്രട്ട് പ്ലേസിൽ ഇരുന്നാൽ ഒരു വിടുതലുണ്ട്, ഒരു ഉയർച്ചയുണ്ട്. ഹല്ലേലൂയ. അവനോട് പറ്റിയിരിക്കാൻ, ആ സീക്രട്ട് പ്ലേസിൽ ഇരുന്നുകൊണ്ട് അവനോട് പറ്റിയിരിക്കുക, അവനോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് ഞാൻ അവനെ വിടുവിക്കും, അവന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. സീക്രട്ട് പ്ലേസിലേക്ക് കയറിയ പത്രോസിനെ ദൈവം ഉയർത്തിയില്ലേ? പത്രോസിനെ ദൈവം വിടുവിച്ചില്ലേ? യെസ്, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ആഗ്രഹിച്ച പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് ഹല്ലേലൂയ കാവൽ പടയാളികൾ പോലും അറിയാതെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നില്ലേ? യെസ്, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ആ സീക്രട്ട് പ്ലേസിലേക്ക് ഒന്നിരിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ ചില വിടുതലുകളെ ദൈവം തരാൻ പോകുക. റീബൽ കൗഡ കാവൽ നിൽക്കുന്ന കാവൽക്കാർ പോലും അറിയാതെ റീബൽ ചില വിടുതലുകൾ തന്ന പുറത്തു കൊണ്ടുവരുവാൻ ശക്തനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രികാലം വെളിപ്പെടുകയാണ്. യെസ്, രക്തം ജയമെടുക്കുകയാണ്. റീബൽ കൗഡ കാവൽക്കാർ പോലും അറിയാതെ വണ്ണം പത്രോസ് പുറത്തു കൊണ്ടുവന്നു. അടുത്തത് പറയുക, അവന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. യെസ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. സീക്രട്ട് പ്ലേസിലേക്ക് കയറാൻ ആഗ്രഹിച്ച ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവ സാന്നിധ്യം കൊതിച്ച പത്രോസിനെ ദൈവം ഉയർത്തി 11 കൂടെ ഇരുന്ന ഹല്ലേലൂയ ദൈവവചന
പറയട്ടെ, അല്ലല്ലേ, പുതിയ നിയമത്തെ ആദ്യത്തെ പ്രസംഗകനാക്കി ദൈവം പത്രോസിനെ ഉയർത്തി. ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് കേട്ടോ. ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ പറയട്ടെ, സീക്രട്ട് പ്ലേസിലേക്ക് ഒന്ന് കയറിപ്പാൻ തയ്യാറായാൽ വിടുതൽ മാത്രമല്ല കേട്ടോ, ചില ഉയർച്ചകളും ദൈവം പകരാൻ പോകുക, ചില മാന്യതകളും പകരാൻ പോകുക. പ്രിയ അഭിഷിക്തദാസനോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ആലോചന പറയുക, ഒരു പാക്കേജ് പോലെ ചില ദൈവ പ്രവർത്തികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ പകരുമെന്ന ദൈവാത്മാവ് ആലോചന പറയുക. ഓ ഹല്ലേലൂയ, സീക്രട്ട് പ്ലേസിലേക്ക് കയറുന്നവനോട് ദൈവം പറയുന്നത്, അവന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. വിടുതലും ഉയർച്ചയും ഒരു പാക്കേജ് പോലെ, വിടുതലും ഉയർച്ചയും ചില മാന്യതകളോ റീവൽക്കോട് ചില പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ ദൈവം ചില വിടുതലുകളെ കൽപ്പിക്കാൻ പോകുകയാണ്. തുറക്കപ്പെടാത്ത ചില വാതിലുകൾ പത്രോസിന് വേണ്ടി തുറന്നതുപോലെ തുറക്കപ്പെടത്തില്ലെന്ന് വിചാരിച്ച ചില വാതിലുകളുടെ മണ്ഡലങ്ങളെ റീവൽ കൗഡ ഞാൻ തുറക്കുമെന്ന അഭിഷിക്തദാസനോട് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. രണ്ടാമത് ദൈവം പറയുന്നു, ചില ഉയർച്ചകളെ ദൈവം നൽകും. യെസ്, ഹല്ലേലൂയ. ചില മാന്യതകളെ ദൈവം കൽപ്പിക്കാൻ പോകുക കേട്ടോ. റീബൽ കൗഡ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലെ, മറ്റൊന്നുമല്ല കേട്ടോ, ആ സീക്രട്ട് പ്ലേസിലേക്ക് കയറുവാൻ, അത്യുന്നതന്റെ മറവിലേക്ക് ഒന്ന് വസിക്കുവാൻ, സർവശക്തിന്റെ നിഴലിൻ കീഴിൽ നിന്ന് പറക്കുവാൻ ഈ ദിവസങ്ങളിൽ കാണിച്ച റീബൽ കൗഡ, ഹല്ലേലൂയ, വ്യഗ്രതയ്ക്ക് കാണിച്ചതായ ഹല്ലേലൂയ സ്തോത്രം ആത്മീയ ഉത്സാഹത്തിന് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില മറുപടികളെ, ഓ ഹല്ലേലൂയ, ചിലരുടെ കാണെ ദൈവാത്മാവ് വെളിപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് ആലോചന പറയും. യോശുവയോട് പറഞ്ഞതുപോലെ, ഞാൻ നിന്നെ എല്ലാ ഇസ്രായേലും കാണുക വലിയവനാക്കും. യോശുവ 4-ാം അധ്യായത്തിൽ ഹല്ലേലൂയ കാണുമ്പോൾ അവിടെ ഒരു പദമുണ്ട്, ഓ എല്ലാ ഇസ്രായേലും കാണുക യോശുവയെ വലിയവനാക്കി. ഹല്ലേലൂയ, എന്റെ ദൈവം വലിയവനാക്കുമെന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, വലിയവനാക്കാതെ വഴിയിലിട്ടു പോകത്തില്ല കേട്ടോ, വലിയവനാക്കി കാണിച്ചിട്ടേ നിർത്തത്തുള്ളൂ കേട്ടോ. ഇന്ന് രാത്രികാലം എന്റെ കർത്താവ് ഒരു ദൂത് പറഞ്ഞാൽ, ഓ റീവൽ കൗഡ, അവൻ ഉവ്വു എന്ന് പറഞ്ഞാൽ ഉവ്വു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, എന്നെ ജോസ് എന്ന് പറയുന്ന അടിവസിക്കുന്ന പ്രിയ അഭിഷിക്തദാസനോട് ദൈവത്തിന്റെ പ്രിയ പാസ്റ്ററോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ആലോചന പറയുക. റമന ശംദലെ രഗതനെ റീഗൽ കൗഡ, റീബൽ കാര, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചില ദൈവിക ദർശനങ്ങളെ കാണിച്ചതുപോലെ, താഴ്വരയിൽ ഇരുന്ന ശിഷ്യന്മാർക്ക് വെളിപ്പെടാത്ത ചില ദർശനങ്ങൾ വെളിപ്പെട്ടതുപോലെ ദൈവാത്മാവ് പറയുന്നത്, ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില ദർശനങ്ങളെ ഞാൻ പകരും. ഹല്ലേലൂയ, മറ്റാർക്കും പ്രാപിപ്പാൻ കഴിയാത്ത, മറ്റാർക്കും വെളിപ്പെടുത്താത്ത റീബൽ കൗഡ ചില ആത്മീക കാര്യങ്ങള്, ചില ആത്മീക ദർശനങ്ങള് റീബൽ കൗഡ പ്രിയ അഭിഷിക്തദാസന് ഞാൻ കൈമാറുന്ന ദൈവമെന്ന ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുക. മുമ്പേ ഓർപ്പിച്ചതുപോലെ മോശ സീനായി പർവ്വതത്തില് അവിടെ എഴുതിയിരിക്കുന്ന പദം, ആ വാക്കുകൾ ദൈവത്തിന്റെ ആത്മാവ് പ്രിയ ദാസനോട് ഓർപ്പിക്കുക. 34-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹല്ലേലൂയ, യഹോവ അരുളി ചെയ്തത് മുഖാന്തരം, യെസ്, അരുളി ചെയ്തത് കൊണ്ട് ഹല്ലേലൂയ മോശയുടെ ത്വക്ക് പ്രകാശിച്ചതുപോലെ, ഓ ഹല്ലേലൂയ, ദൈവവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ മോശയുടെ ശരീരത്തിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങിയതുപോലെ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ, യെസ്, അറിയാതെ ചില ദൈവ സാന്നിധ്യം ശാരീരിക മണ്ഡലങ്ങളിലേക്ക് ഓ ദൈവ പ്രവൃത്തിയായി വെളിപ്പെടുമെന്ന പ്രിയ അഭിഷിക്തദാസനോട് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുക. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പറയുക, ഗുരു ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്കും പറയാം, കർത്താവേ ഈ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ഓ എനിക്ക് ഇവിടുന്ന് പോകണ്ട, നമുക്ക് കുടില് കെട്ടി ഹല്ലേലൂയ ഇവിടെ തന്നെ ഇരിക്കാം. ഹല്ലേലൂയ. 84 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ അറിയാം, കുരികിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു കേട്ടോ. ഹല്ലേലൂയ. എവിടെയാ? സൈന്യങ്ങളുടെ യഹോവേ നിന്റെ യാഗപീഠങ്ങളെ തന്നെ. കുരികിലും മീവലും പോലും നമുക്കറിയാം, കുരികിലും മീവലും ഒക്കെ നിസ്സാര പക്ഷികളാകട്ടോ. കുരികില് നമുക്കറിയാം, ഹല്ലേലൂയ സ്തോത്രം, തനി വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരികില്, കുരികിൽ തനിച്ചിരിക്കുന്ന ഒരു പക്ഷി. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ കുരികിലിനെ കുറിച്ച് പറയുന്നത് വിലയില്ലാത്തതല്ലേ, 2 കാശിന് 5 കുരികില്. ഹല്ലേലൂയ സ്തോത്രം. ഒരു വിലയില്ലാത്ത പക്ഷിയാണ് കുരികില്. അതുപോലെ മീവൽ പക്ഷി എന്ന് പറയുന്നത് കൂട് വിട്ട് ഇങ്ങനെ പാറി നടക്കുന്ന, ഒരു സ്വസ്ഥതയുമില്ലാതെ പാറി നടക്കുന്നതാ മീവൽ പക്ഷി കേട്ടോ. ഹല്ലേലൂയ. ഇതിനൊക്കെ വാക്യങ്ങളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവാത്മാവിൽ പറയട്ടെ, ഈ ഹല്ലേലൂയ കൂട് വിട്ട് ഉഴന്നു നടക്കുന്ന, ഹല്ലേലൂയ യാതൊരു സ്വസ്ഥതയും ഇല്ലാതെ നടക്കുന്ന ഈ മീവൽ
പക്ഷിയും തനിച്ചിരിക്കുന്ന കുരുകിലും അല്ലെങ്കിൽ യാതൊരു വിലയുമില്ലാത്ത കുരുകിലൊക്കെ അഭയം പ്രാപിക്കുന്നത് എവിടെയാണെന്നറിയാമോ? സൈന്യങ്ങളുടെ യഹോവേ നിന്റെ യാഗപീഠങ്ങളെ തന്നെ. അല്ല, അവിടെ എഴുതിയിരിക്കുന്ന കുരുകിലൊരു വീടും മീവൽ പക്ഷിക്കൊരു ഹല്ലേലൂയ സ്തോത്രം കൂടും കണ്ടെത്തിയിരിക്കുന്നു. അതായത് ഒരു റെസ്റ്റ്, ഒരു നെസ്റ്റ്, ഹല്ലേലൂയ, ഒരു റെസ്റ്റിംഗ് പ്ലേസ് അല്ലെങ്കിൽ ഒരു നെസ്റ്റ്, അല്ലെങ്കിൽ ഒരു വിശ്രാമ സ്ഥലം, ഹല്ലേലൂയ സ്തോത്രം, ഒരു വാസസ്ഥലം. ഇതെല്ലാം കാണുന്നത് എവിടെയാണെന്നറിയാമോ? ദൈവസന്നിധിയിലാ. ഇന്ന് രാത്രികാലം തീരെ വിലയില്ലാത്ത കുരുകിലും സ്വസ്ഥതയില്ലാതെ പറന്നടക്കുന്ന മീവൽ പക്ഷിക്കും കടന്നു വരാൻ പറ്റുന്ന സാന്നിധ്യം എവിടെയാണെന്നറിയാമോ? സ്ഥലം, ബെറ്റർ പ്ലേസ് ദൈവസന്നിധിയാണെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ പറയട്ടെ, ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്കകത്തേക്ക്, കൂട്ടായ്മയ്ക്കകത്തേക്ക് യാതൊരു സ്വസ്ഥതയുമില്ലാതെ മീവൽ പക്ഷിയെ പോലെ പറന്നടക്കുന്ന ചിലതിനെ ദൈവസഭയ്ക്കകത്തേക്ക് ഞാൻ പറന്നടിപ്പിക്കുമെന്ന പ്രിയ സഭയെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. സമൂഹം വില കൽപ്പിക്കാത്ത കുരുകില്, പർവ്വജാതിയിൽ വിലയില്ലാത്ത കുരുകില്, റീബൽ കൗഡ, അതും അഭയം കണ്ടെത്തുന്നത് എവിടെയാ? യാഗപീഠത്തിലാ. ഇന്ന് രാത്രികാല സമൂഹം വില കൽപ്പിക്കാത്ത ചിലതിനെ വിലയുള്ളതാക്കി മാറ്റത്തക്കവണ്ണം ദൈവസഭയ്ക്കകത്തേക്ക് ഞാൻ കൊണ്ടുവരുമെന്ന് പ്രിയ സഭയെ, അഭിഷിക്തദാസിനെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക കേട്ടോ. ചില സ്വസ്ഥതയില്ലാത്തത് പറന്നു വരിക കേട്ടോ. റീബൽ കൗഡ, ചില വിലയില്ലാത്തത് പറന്നു വരിക. എവിടെയാണെന്ന് പറയുമ്പോ അഭയം പ്രാപിപ്പാൻ അവർക്കൊരു നെസ്റ്റും അവർക്കൊരു റെസ്റ്റും വേണം. ഈ ദിവസങ്ങളിൽ ദൈവസഭ ചിലർക്ക് റെസ്റ്റ് കൊടുക്കുന്ന സ്ഥലമായി മാറട്ടെ, ചിലർക്ക് നെസ്റ്റ് ഒരുക്കുന്ന സ്ഥലമായി മാറട്ടെ. യെസ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്കകത്ത് അങ്ങനെയുള്ള ചില വിടുതലുകളാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരുകയാണ്. ഇവിടെ പറയുക, പത്രോസ് പറയുക, ഈ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ഏറെ നല്ലത്. ഹല്ലേലൂയ. കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഇന്ന് രാത്രികാലം കുരുകിലും മീവലും പോലും ഈ യാഗപീഠങ്ങളെ അഭയം പ്രാപിക്കുന്നെങ്കിൽ, ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന ആ ഹല്ലേലൂയ, ആ ആലയത്തെ ഹല്ലേലൂയ അഭയം പ്രാപിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പല വിഷയങ്ങളിൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കാം. മീവൽ പക്ഷിയെ പോലെ പലരും പാറി നടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. സ്വസ്ഥത നഷ്ടപ്പെട്ട ചില വിഷയങ്ങളുടെ നടുവിൽ ദൈവാത്മാവ് പറയുന്നത് യാഗപീഠത്തിലേക്കൊന്ന് അഭയം പ്രാപിക്കുക. യാതൊരു വിലയുമില്ലാതെ നിങ്ങളെ കാണുന്നുണ്ടായിരിക്കാം. പലരുടെ മുമ്പിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് വിലയില്ലായിരിക്കാം. പലരുടെ മുമ്പിൽ ഹല്ലേലൂയ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം. ഒത്തിരി ഒറ്റപ്പെടുത്തലുകൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നെന്ന് വരാം. എന്നാൽ ദൈവാത്മാവ് പറയുന്നത് ഓടിച്ചെല്ലുകട്ടോ. സൈന്യങ്ങളുടെ യഹോവയുടെ യാഗപീഠം 24 hours നിങ്ങൾക്ക് തുറക്കപ്പെട്ട് കിടക്കുക കേട്ടോ. നമുക്കറിയാം സമാഗമന കൂടാരത്തിന്റെ ഹല്ലേലൂയ, അതിന്റെ പ്രാകാരത്തിന്റെ മറശ്ശീല എന്ന് പറയുന്നത് അതിന് ഹല്ലേലൂയ ഗേറ്റ് ഒന്ന് പിടിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, അതിന് അടച്ചുറപ്പുള്ള ഒരു വാതിൽ പിടിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. നമുക്കറിയാം അകത്ത് വിശുദ്ധ ഉപകരണങ്ങളുണ്ട്. അതൊക്കെ പൊന്ന്, സ്വർണം കൊണ്ടുള്ള ഉപകരണങ്ങൾ അതിനകത്തുണ്ട്, വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങളുണ്ട്, അല്ലെ പലവിധ ഹല്ലേലൂയ ഉപകരണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, പൊന്നു പതിഞ്ഞ ഉപകരണങ്ങൾ അതിനകത്തുണ്ട്. വിലയേറിയത് അകത്തുണ്ടെങ്കിലും എൻട്രൻസ് അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു മറശ്ശീല കൊണ്ട് മറച്ചിരിക്കുക കേട്ടോ. ആർക്ക് വേണമെങ്കിലും എപ്പം വേണേലും കയറി ചെല്ലാം. ഒരു ഗേറ്റോ കൊളുത്തോ ഒക്കെ വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഓടിച്ചെന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നെല്ലാം പറ്റത്തില്ല. പക്ഷെ ഏത് സാധാരണക്കാരനും ഒരു തടസ്സവും കൂടാതെ സമാഗമന കൂടാരത്തിലേക്ക് കയറി ചെല്ലുവാൻ, ആ പ്രാകാരം വരെ കയറി ചെല്ലുവാൻ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന വാതിലിന് ഒരു കുറ്റിയോ കൊളുത്തോ ദൈവത്തിന് വെക്കാൻ കഴിയാഞ്ഞിട്ടല്ല. അവിടെ വേറെ കുറ്റിയും കൊളുത്തും സമാഗമന കൂടാരത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരേ ഒരു വാതിലേ ഉള്ളൂ. ആ വാതിലിന് കുറ്റിയും കൊളുത്തും ദൈവം വെച്ചിട്ടില്ല. പകരം ഒരു കർട്ടനാ ദൈവം ഇട്ടിരിക്കുന്നത്, ഒരു മറശ്ശീല ഇട്ടിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? ഏത് സമയത്തും വരണമെങ്കിൽ ഒരു കുറ്റിയും കൊളുത്തും താഴിട്ടൊക്കെ തുറന്ന് ഹല്ലേലൂയ സ്തോത്രം, സമയം കളയേണ്ട സമയമില്ല. ഏത് മനുഷ്യനും ആ മറശ്ശീല ഒന്ന് വകഞ്ഞു മാറ്റിയാൽ ആ പ്രാകാരത്തിലേക്ക് കയറി ചെല്ലുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഏത് സമയത്ത് കയറി ചെല്ലുവാൻ കഴിയുന്ന റീബൽ കൗഡ ഒരേ ഒരു പാദപീഠമേ ഉള്ളെങ്കിൽ അതിന്റെ കർത്താവിന്റെ പാദപീഠമാണ്. ഇവിടെ പറയുന്നു ഹല്ലേലൂയ സ്തോത്രം, ഗുരു നമുക്കിവിടെ ഇരിക്കുന്ന നല്ലത്, ഇവിടെ നിന്ന് നമുക്ക് പോകണ്ട. ഇന്ന് രാത്രികാലം ഇവിടെ ഇരുന്നാൽ ആ വിടുതൽ കേട്ടോ. അതുകൊണ്ട് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാന്മാർ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. ഇവിടെ ഇരുന്നാൽ 91 അസങ്കീർത്തനക്കാരൻ പറയുന്ന വിടുതലുകളെ നിനക്ക് അനുഭവിക്കാൻ കഴിയും. 84 അസങ്കീർത്തനക്കാരൻ പറയുന്ന വിടുതലുകളെ നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ദൈവജനത്തിലെ വിടുതലുകളെല്ലാം
ഈ ദൈവസന്നിധിയിൽ ഇരുന്നാൽ മാത്രം ലഭിക്കുന്ന വിടുതലകളെ കേട്ടോ. റീബൽ കൗഡ, ഇവിടെ ഇരിക്കുന്നവൻ വിടുതൽ പ്രാപിക്കാതെ മടങ്ങി പോകുകയില്ല. ഇവിടെ ഇരിക്കുന്നവൻ പ്രശ്നത്തിന് പരിഹാരം കാണാതെ മടങ്ങി പോകത്തില്ല. മറിയ ദൈവസന്നിധിയിൽ ഇരുന്നു. ഓ ഹല ചീഞ്ഞ നാറുമെന്ന് ലോകം വിധി എഴുതിയ വിഷയത്തിന് മേൽ ദൈവം മറുപടി കൊടുത്തു കേട്ടോ. ദൈവസന്നിധിയിരിക്കുന്ന സമയം വെറുതെ അല്ല. റീബൽ കൗഡ ആ പ്രിയ വർഷിപ്പ് ലീഡ് ചെയ്ത കുടുംബത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ആലോചന പറയുന്നു. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന കുടുംബമേ, ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് റീബൽ കൗഡ ചില തെളിവുകളോട് കൂടി തന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിനാ ചില അടയാളങ്ങളോടുകൂടി ചില വിടുതലുകൾ ആ കുടുംബത്തിന്റെ അകത്ത് ദൈവം ചെയ്യുമെന്ന് ദൈവത്തിന്റെ ആത്മാവാലോചന പറയുക. പത്രോസ് പറയുക, ഇവിടെ ഇരിക്കുന്ന നല്ലത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മറുരൂപമല്ല, ഒത്തിരി ആത്മീക സത്യങ്ങളുടെ ഹല്ലേലൂയ കലവറയാ. എന്നിട്ട് പറഞ്ഞു ഹല്ലേലൂയ, ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദമുണ്ടായി. ഹല്ലേലൂയ. പിന്നീട് ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം മതി എന്ന് പറഞ്ഞ പത്രോസും യോഹന്നാനും യാക്കോബും കേൾക്കുന്നത് പിന്നീട് ഒരു ദൈവശബ്ദമാകട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവ സാന്നിധ്യം മതി, ഞങ്ങൾക്ക് ഈ മലയിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത പത്രോസും യോഹന്നാനും യാക്കോബും പിന്നെ കേൾക്കുന്നത് സ്വർഗത്തിലെ ശബ്ദമാ. ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തയ്യാറായാൽ ചില സ്വർഗീയ ശബ്ദങ്ങളെ ദൈവം ഹല്ലേലൂയ കേൾപ്പിക്കും. ഇവിടെ കേൾക്കുന്ന ശബ്ദം എന്താണ്? ഇവന് ചെവി കൊടുപ്പീൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് ശബ്ദമുണ്ടായി. ഹല്ലേലൂയ. ഇതൊരു പ്രത്യേക ഒരു ദൗത്യം പ്രിയ ശിഷ്യന്മാരെ ഏൽപ്പിക്കുക കേട്ടോ. മറ്റ് ശിഷ്യന്മാരെ കൊണ്ടുപോകാത്തതിന്റെ രഹസ്യം മനസ്സിലായോ? പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും തനിയെ കയറ്റിക്കൊണ്ടുപോയത് എന്തിനാണെന്നറിയാമോ? ഇവർക്കൊരു ദൗത്യം കൊടുക്കാനാ. ഇവരോട് പറയുക, ഇപ്പോൾ കേട്ട ശബ്ദം നിങ്ങൾ താഴ്വരയിൽ ചെന്ന് പറയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. യെസ്, ഇത് നിങ്ങൾ ചെന്ന് എന്ത് പറയണം? നിങ്ങൾ കേട്ട ശബ്ദം താഴ്വരയിൽ ചെന്ന് പറയണം. ഇനി നിങ്ങൾ താഴ്വരയിൽ ചെന്ന് പുരുഷാരത്തോട് നിങ്ങൾ പറയണം. താഴ്വരയിൽ നിൽക്കുന്ന ഹല്ലേലൂയ മറ്റു ജനത്തോട് നിങ്ങൾ പറയണം. ഇനി നിങ്ങൾ ആർക്കും ഇനി ചെവി കൊടുക്കരുത്. ആർക്ക് കൊടുക്കണം? എന്റെ യേശുവിന് ചെവി കൊടുക്കണം. യേശു പറയുന്നത് കേൾക്കണം. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? പത്രോസും യോഹന്നാനും യാക്കോബും ഇവിടെ ശുശ്രൂഷ വേളയിൽ ഹല്ലേലൂയ യഹൂദന്മാരുടെ വലിയൊരു കൂട്ടത്തിന്റെ നടുവിൽ നിന്നാ ഇവർ ശുശ്രൂഷ ചെയ്യുന്നത്. ന്യായപ്രമാണം അനുസരിക്കുന്ന, ന്യായപ്രമാണത്തിന് പറഞ്ഞിരിക്കുന്ന മെസ്സിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം യഹൂദന്റെ നടുവിലാണ് ഇവർ ശുശ്രൂഷ ചെയ്യുന്നത്. യേശുവിനെ യഹൂദാജനം അംഗീകരിക്കുന്നില്ല. എന്നാൽ മറുരൂപമലയിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഹല്ലേലൂയ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെ വിളിച്ചു വേർതിരിച്ച് നിർത്തിയിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, ഇനി നിങ്ങൾ താഴ്വരയിൽ ചെന്ന് പറയേണ്ടത് ഈ യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് യഹൂദന്മാരോട് പറയണം, നിങ്ങൾ ഇനി കൊടുക്കേണ്ടത് ഇവന് ചെവി കൊടുക്കണം. ഹല്ലേലൂയ. എന്റെ യേശുവിന് ചെവി കൊടുക്കണം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കണം. ഹല്ലേലൂയ. യേശു പറയുന്നത് കേൾക്കാത്ത സദുക്യര്, യേശു പറയുന്നത് കേൾക്കാത്ത പരീശന്മാര്, യേശു പറയുന്നത് കേൾക്കാത്ത യഹൂദന്മാര്, ഇവരോടെല്ലാം നിങ്ങൾ പറയണം, ഇവന് ചെവി കൊടുപ്പിൻ. ഹല്ലേലൂയ. മറുരൂപമലയിലേക്ക് കെട്ടിക്കൊണ്ടുപോയത് വെറുതെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുപോയതല്ല. പ്രാർത്ഥിച്ചിട്ട് യോഹന്നാനും യാക്കോബിനും ഹല്ലേലൂയ പത്രോസിനും ഒരു ദൈവിക നിയോഗം കൈമാറാനായിട്ടായിരുന്നു. ഇന്ന് രാത്രികാലം പറയട്ടെ, പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളോട് പറയുന്നത് ചില ദൈവിക നിയോഗങ്ങളെ കൈമാറാൻ വേണ്ടിയാ. നിങ്ങൾ താഴ്വരയിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾ ഇനി പറയേണ്ടതാ, നിങ്ങൾ ന്യായപ്രമാണത്തെ വിട്ടിട്ട് റമന ശന്തല എഴുതപ്പെട്ട കൽപ്പനകളെ വിട്ടിട്ട് നിങ്ങൾ ഇവന് ചെവി കൊടുക്കണം, യേശുവിന് ചെവി കൊടുക്കണം. അതുകൊണ്ട് പത്രോസ് വിളിച്ചു പറഞ്ഞത് മറ്റൊരുത്തിനും രക്ഷയില്ല, ഇവന് നിങ്ങൾ ചെവി കൊടുക്കണം. ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളില് റമന ശന്തല മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഇനി ചെവി കൊടുക്കുന്നെങ്കിൽ അത് എന്റെ യേശുവിന് ചെവി കൊടുക്കണം. യെസ്. മറുരൂപമലയിലേക്ക് കയറ്റിക്കൊണ്ടുപോയതിന്റെ ഉദ്ദേശം മനസ്സിലായോ? പ്രാർത്ഥിച്ചിട്ട് ഒരു ദൈവിക നിയോഗം കൈമാറാനാ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാൻ എന്നെ നിങ്ങളെ ദൈവം സെപ്പറേറ്റ് ആക്കുന്നത് എന്തിനാണെന്നറിയാമോ? ചില ദൈവിക നിയോഗങ്ങളെ കൈമാറാനാണ്. എത്ര പേർ